എല്ലാവരെയും ആദ്യമായിട്ട് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. പ്രത്യേകിച്ച് TJ സാമുൽ സാറിനെയും തോമസ് പാസ്റ്ററെയൊക്കെ ഞാൻ വന്ദനം ചെയ്യുകയാണ്. നിങ്ങൾ ഇത്രയും പേര് ഇന്ന് നിങ്ങളുടെ ഈ തിരക്കിനിടയ്ക്ക് വന്നു എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. ഞാനതിനെ കാണുന്നത് നിങ്ങൾക്ക് ദൈവത്തോടൊരു സമർപ്പണം, അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തോടുള്ള നിങ്ങളുടെ ഒരു അറ്റാച്ച്മെൻറ്റ്, അടുപ്പം, അതൊക്കെയായിട്ടാണ് ഞാൻ കാണുന്നത്. തുടർച്ചയായിട്ട് പ്രസംഗം കേട്ടുകൊണ്ടിരിക്കാനൊക്കെ വിഷമമുണ്ടായിരിക്കും. നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് പാടിയതുകൊണ്ട് ബ്ലഡ് സർക്കുലേഷനൊക്കെ ശരിയായി കാണുമെന്ന് എനിക്കറിയാം. കർത്താവിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് വളരെ സുപരിചിതമായൊരു വേദഭാഗമാണ് പങ്കിടാൻ താല്പര്യപ്പെടുന്നത്. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാമത്തെ വാക്യം. എൻ്റെ നാമം അല്ല, 13 കൂടി ചേർത്ത് വായിച്ചോട്ടെ. മഴ പെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ആകാശം അടക്കിയോ, ദേശത്തെ തിന്നു മുടിക്കേണ്ടതിന് വെട്ടുക്കിളിയോട് കൽപ്പിക്കുകയോ, എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ മഹാമാരി വരുത്തുക ചെയ്താൽ, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. എൻ്റെ നാമം ഈ ആലയത്തിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് ഞാനിപ്പോൾ അതിനെ തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചിരിക്കുന്നു. എൻ്റെ ദൃഷ്ടിയും എൻ്റെ ഹൃദയവും എല്ലായ്പ്പോഴും ഇവിടെ ഇരിക്കും. നമ്മുടെ ഉപവാസ പ്രാർത്ഥനകൾക്കൊക്കെ ധാരാളം പ്രാവശ്യം നിങ്ങളത് കേട്ടിട്ടുള്ള വചനമാണ്. ഈ വചനം പ്രസംഗം കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ആരുമില്ല. 10 പ്രാവശ്യമെങ്കിലും കേട്ടിട്ടുള്ളവരുണ്ട് എന്ന് കൈ ഉയർത്തിക്കാട്. 10 പ്രാവശ്യമെങ്കിലും കേട്ടിട്ടില്ലേ? ഞാൻ ഇഷ്ടം പോലെ കേട്ടിട്ടുള്ളതാണ്. ഞാൻ ഈ വേദഭാഗം തിരസ്കരിക്കാൻ തയ്യാറല്ലായിരുന്നു, ആവർത്തിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഞാനതിന് പകരം ഈ തിരുവെഴുത്തിൻ്റെ ആഴങ്ങളൊന്നൊരു അന്വേഷണം ഞാൻ നടത്തി. ദീർഘമണിക്കൂറുകൾ പഠിച്ച് എൻ്റെ തിരുവെഴുത്തിനകത്ത് ദൈവം എനിക്ക് തന്നിരിക്കുന്ന പ്രകാശനമാണ് നിങ്ങളോട് ഞാൻ പങ്കിടുന്നത്. അവിടെ ആദ്യമുള്ള ചില പദപ്രയോഗങ്ങൾ ഞാൻ ഊന്നി പറഞ്ഞിട്ട് അടിവരയിട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം. അതെ, എൻ്റെ ജനം, എൻ്റെ നാമം, എൻ്റെ നാമം, എൻ്റെ ജനം, രണ്ടും പ്രധാനമാണ്. ഇവർ തമ്മിലൊരു ഭയങ്കര കണക്ഷൻ ഉണ്ടെന്നാ ദൈവം പറയാണ്. എൻ്റെ നാമം, അതിൻ്റെ ആഴത്തിലേക്കൊന്നും പോകാൻ കഴിയില്ല. മോശെ ചോദിച്ചു, നിന്റെ പേരെന്താണ്? അപ്പം ദൈവം പറഞ്ഞത് എന്താ? ഈ പ്രോപ്പർ നൗണൊന്നുമല്ല. എൻ്റെ പേര് ഐസക് എന്നാ, വേറൊരാൾ ഡേവിഡ് ആയിരിക്കും, വേറൊരാൾ ജോൺ ആയിരിക്കും, ഒരാൾ സൂസൻ ആയിരിക്കും. അങ്ങനൊരു പേരല്ല പറഞ്ഞത്. യഹോവ, ഐ വിൽ ബി വാട്ട് ഐ വിൽ ബി, ഐ ആം വാട്ട് ഐ ആം. ഞാനാകുന്നവൻ ഞാനാകുന്നു. സമയങ്ങൾക്ക് അപ്പുറം, ട്രാൻസെൻഡൻ്റ് എന്ന, നമ്മൾ കാണുന്ന പരിമിതികൾക്കപ്പുറം അപരിമിതനായ ദൈവം, എല്ലാ കാലത്തുമുള്ള ദൈവം, മാറാത്തവനായ ദൈവം. അതിൻ്റെ വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അതാ എൻ്റെ നാമം, എൻ്റെ ജനം. അവരുടെ പേരെന്താണെന്നറിയാം? ഇസ്രായേൽ. ദൈവത്തിൻ്റെ ജനമാ, ദൈവത്തിൻ്റെ പ്രഭുവ. അവൻ്റെ നാമത്തിലാണ് അവരറിയപ്പെട്ടത്. എല്ലാ പർവ്വത ദേവന്മാരെക്കാളും ശക്തനായ വേറൊരു ദൈവം. ആളുകളൊക്കെ പറഞ്ഞു, വിലയം പറഞ്ഞ്, തനിച്ചു പാർക്കുന്ന ജനം. ഈ ദൈവത്തിൻ്റെ നാമം വഹിക്കുന്നതായ ജനം, അവരുടെ പേരതാ. ഇത് തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് കവണന്റ് റിലേഷൻഷിപ്പാ. എന്ന് പറഞ്ഞാൽ പരസ്പരം ആഴമായ ഒരു ബന്ധത്തിലേക്ക് പ്രവേശിച്ചതാ.
യഹോവയായ ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം. അങ്ങനെയാണ് ദൈവം വെളിപ്പെട്ടു. പുറപ്പാട് 3 ദൈവം അവരോടൊരു ഉടമ്പടി ചെയ്യുന്നു. അവരങ്ങനെ അവൻ്റെ ജനമായി തീരുന്നു. പുറപ്പാട് 19 3 മുതൽ 6 വരെ. ഇതൊന്നും അല്ല ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്. കാരണം കോണ്ടെക്സ്റ്റ് അറിയണം. ഇതാരോട് സംസാരിക്കുന്ന വചനമാണെന്ന് അറിയണം. പ്രാഥമികമായിട്ട് തൻ്റെ ജനത്തോടാ, പിന്നെയുള്ളൂ മറ്റുള്ളവരോടാ. പുറപ്പാട് 19 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ദൈവം പറയാൻ, ഞാൻ നിങ്ങളെ കഴുകന്മാരുടെ ചിറയിൽ വഹിച്ച് നിങ്ങളെ അടുത്തു വരുത്തി നിങ്ങൾ കണ്ടുവല്ലോ. എന്നിട്ട് 5-ാമത്തെ വാക്യത്തിൽ പറയുക, നിങ്ങൾ എൻ്റെ വചനം കേട്ട് അനുസരിക്കുകയും എൻ്റെ ദൈവം പ്രമാണിക്കുകയും ചെയ്യുന്നാൽ നിങ്ങളെനിക്ക് സകല ജാതികളിലും വെച്ച് ഒരു പ്രത്യേക സമ്പത്ത്, സകല ജാതികളും എൻ്റെതാ, പക്ഷെ നിങ്ങൾ എനിക്ക് സ്പെഷ്യലാണെന്നാ. രാജാവിന് ധാരാളം സമ്പത്തുണ്ടായിരിക്കും, പക്ഷെ വളരെ വിലപ്പെട്ടത് താൻ സൂക്ഷിക്കുന്നൊരിടമുണ്ട്. അതിന് പറയുന്നത് പോലെ പറയുക, നിങ്ങൾ എനിക്ക് യു ആർ എ സ്പെഷ്യൽ പീപ്പിൾ ടു മീ. ജനമെല്ലാം ദൈവത്തിൻ്റെ അല്ലേ, ഭൂമിയെല്ലാം ദൈവത്തിൻ്റെതാ, പക്ഷെ ദൈവം പറയുകയാണ് യു ആർ വെരി സ്പെഷ്യൽ ട്രഷറാ. ദൈവം ഈ ജനങ്ങളുടെ ഇടയിൽ നിന്ന്, ഈ രത്നങ്ങളുടെ ഇടയിൽ നിന്ന് വളരെ മനോഹരമാണെന്ന് തനിക്ക് ബോധ്യമുള്ള ഒരെണ്ണത്തിനെ എടുത്തു മാറ്റി വച്ചിരിക്കുക. കാരണമുണ്ട്. തേജോമയനായ ദൈവം പ്രത്യക്ഷനായപ്പോൾ തൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടപ്പുറപ്പെട്ട് ദൈവം കൽപ്പിച്ചതനുസരിച്ച ഒരാളിൻ്റെ മക്കളും കൊച്ചുമക്കളുമാ. അവരോടാ പറയുന്നത്, നിങ്ങളെനിക്കൊരു പ്രത്യേക നിക്ഷേപം, പിന്നെ എല്ലാം വിശദീകരിക്കാനൊക്കത്തില്ല, ഭൂമിയൊക്കെ എനിക്കുള്ളത്, നിങ്ങളെനിക്കൊരു പുരോഹിത രാജ്യത്വം, യു ആർ പ്രീസ്, നിങ്ങൾ പുരോഹിതന്മാരാ, എനിക്ക് പകരം നിങ്ങൾ നിൽക്കാൻ പോകുകയാണെന്നാ. എനിക്ക് പകരം നിങ്ങളായിരിക്കും സംസാരിക്കുന്നത്, എനിക്ക് പകരം നിങ്ങളായിരിക്കും എൻ്റെ വചനം അറിയിക്കുന്നത്. നിങ്ങളെനിക്ക് പുരോഹിതന്മാരായിരിക്കും, നിങ്ങൾ രാജാക്കന്മാരായിരിക്കും. രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വാളുകൊണ്ടുള്ള യുദ്ധമല്ല, നീതിയുടെ, ദൈവത്തിൻ്റെ നീതി നടപ്പിലാക്കുന്ന, ദൈവത്തിൻ്റെ വിശുദ്ധി മറ്റുള്ളവർക്ക് കാണിക്കുന്ന, ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ അധികാരത്തെയാണ് കാണിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഈ വെളിച്ചം ചെന്ന് കഴിയുമ്പോൾ ഇരുട്ട് അപ്രത്യക്ഷമാകുന്നതാ. അതെ, ഇരുള വെളിച്ചത്തെ കീഴടക്കില്ല. നിങ്ങൾ ഭൂമിയുടെ ഉപ്പ ചീഞ്ഞഴുകുമ്പോൾ നിങ്ങൾ എനിക്ക് രാജാക്കന്മാരാ. ഇവിടെ മുഴുവൻ ഇരുട്ട് നിറഞ്ഞിരിക്കുമ്പോൾ നിങ്ങളെൻ്റെ വെളിച്ചമാ. യു ആർ മൈ കിങ്സ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എനിക്കൊരു വിശുദ്ധ ജനവും. വിശദീകരിക്കുന്നില്ല. കവണന്റ് റിലേഷൻഷിപ്പ് അത്ര ആഴമായ ഒരു ബന്ധമാണ്. അവിടെ നിന്നാണ് പറയുന്നത്, എൻ്റെ നാമം, എൻ്റെ ജനം, വിളിക്കപ്പെട്ട ജനം. ഇനി നമ്മൾ ആ വേദഭാഗത്തേക്ക് മടങ്ങി വരാൻ പോകുകയാണ്. എന്നിട്ടാണ് അതിൻ്റെ ആഴങ്ങൾ എന്താണെന്ന് നമ്മൾ കണ്ടെത്തുന്നത്. ഇവിടെ എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ജനം തങ്ങളെ തന്നെ താഴ്ത്തി. എന്ത് സന്ദർഭത്തിലാണ് ഇത് പറഞ്ഞത് അത് മനസ്സിലാക്കണം. ഓടിച്ച് ഞാൻ അവിടുത്തെ ചരിത്രം പറയും. ഇതൊരു പ്രസംഗമാണെന്ന് കരുതണ്ട, കാത്തിരിപ്പ് യോഗമല്ല. ഒരു ബൈബിളിൻ്റെ ആഴത്തിലേക്ക് പോകാൻ ശ്രമിക്കുക. അത് നമ്മുടെ ഉള്ളിൽ വല്ലതും വ്യത്യാസങ്ങൾ വരുത്തുകയാണെങ്കിൽ വരുത്തിക്കോട്ടെ. 5-ാം അധ്യായം, അത് 2 ദിനവൃത്താന്തം 5-ാം അധ്യായം 1 മുതൽ 7-11 വരെ ഒരു ചരിത്ര വിവരണമാണ്. ശലോമോന് ഒരാഴ്ച ഒരു വലിയ ആഘോഷമായിരുന്നു. ആ വേദഭാഗത്തേക്ക് ഞാൻ വരാം. ദൈവത്തിൻ്റെ ആലയം പ്രതിഷ്ഠിച്ച് ഒരാഴ്ച പുരോഹിതന്മാര് കാഹളങ്ങളോടുകൂടെ നൃത്തത്തോടുകൂടെ ഒരാഴ്ച ദൈവത്തെ ആരാധിച്ചു. ആ പശ്ചാത്തലത്തിലാണ്. അതേ തുടർന്ന ഈ സംഭവം. നിയമപെട്ടകം അവിടേക്ക് കൊണ്ടുവന്നു, യെരുശലേമിലേക്ക് കൊണ്ടുവന്നു. വേദഭാഗം പറഞ്ഞ് ഞാൻ അങ്ങ് വിട്ടുകൊള്ളാം. 5:2 മുതൽ 5 വരെ അസംഖ്യം യാഗങ്ങൾ അർപ്പിച്ചു. 5:6
5:12-13 ലേവ്യരും പുരോഹിതന്മാരും കാഹളക്കാരും കൈത്താളങ്ങളും വാദിത്രവും ഉപയോഗിച്ച് അവനെ ആരാധിച്ചു. നിങ്ങളത് ആ വേദഭാഗം ശ്രദ്ധിക്കേണ്ടതാ. എന്നിട്ട് അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അവരുടെ ആരാധന വേറെ ഒന്നുമില്ലായിരുന്നു, വേറെ വലിയ വാചകങ്ങളും ദീർഘമായ കാര്യങ്ങളൊന്നുമില്ല. അവർ പറയുകയാണ്, ഒരാൾ ഒരു പക്ഷെ പുരോഹിതന്മാരായിരിക്കാം പറയുന്നത്, അവൻ നല്ലവനല്ലോ. ശ്രമിച്ചു നോക്കാം. അടുത്ത വാക്യത്തിൽ എന്താണെന്നറിയാമോ? അങ്ങനെ ഉച്ചത്തിൽ പാടി യഹോവയെ സ്തുതിച്ചപ്പോൾ യഹോവയുടെ ആലയമായ മന്ദിരത്തിൽ മേഘം നിറഞ്ഞു. അവിടെ യാഗമർപ്പിക്കാൻ നിൽക്കുന്ന പുരോഹിതന്മാർക്ക് മേഘം നിമിത്തം ശുശ്രൂഷ ചെയ്യുവാൻ കഴിഞ്ഞില്ല. ഞാൻ നോക്കുന്നത് ഈ അധ്യായത്തിൻ്റെ 7:14 ഏറ്റവും റൂട്ടിൽ കിടക്കുന്ന എന്താണെന്നറിയോ? ആരാധനയാണ്. വി ഡി തോമസ് പാസ്റ്റർ നേരത്തെ പറഞ്ഞല്ലോ, അവരെ ആരാധിച്ചും ഉപവസിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത് ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഒരു ആരാധനയിലാണ് ആരംഭിക്കുന്നത്. എന്ത് ആരാധനയാണ്? അവൻ നല്ലവനല്ലോ, അവൻ്റെ സ്തുതി, അവൻ്റെ മഹത്വം, അവൻ്റെ പുകഴ്ച, അവൻ്റെ നാമം അതുയർത്തുക. രണ്ടാമത്തെ ആരാധനയുടെ രണ്ടാമത്തെ ഭാഗം എന്താണ്? അവൻ്റെ ദയ. അതെന്താണ്? എന്നോടുള്ള അവൻ്റെ സമീപനം. നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മളോട് പകരം ചെയ്യുന്നില്ല. ഉദയ അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ അകറ്റിയിരിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് സൗഖ്യമായത്, എന്തെല്ലാം കാര്യങ്ങളാണ്. അവൻ നല്ലവനല്ലോ. 136 സങ്കീർത്തനം ഇതിനൊരു വലിയ വിശദമായ എന്തെല്ലാം കാര്യങ്ങൾ ദൈവം ചെയ്തു. അതിൻ്റെ ഒരു ഭയങ്കര ആരാധനയാണ്. ഒരു മിനിറ്റ് നമുക്കൊന്ന് ആരാധിച്ച് നോക്കാം. ഞാൻ പറയും അവൻ നല്ലവനല്ലോ. അല്ല, പുരുഷന്മാരെല്ലാവരും കൂടെ പറയും. ഒത്തിരി പാസ്റ്റേഴ്സ് ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ എന്ത് പറയണമെന്നല്ലോ? അവൻ്റെ ദയ. എല്ലാവരും കണ്ണുകളടച്ചാൽ ആരാധിക്കാനായിട്ട് ഇത്തിരി സമയം എടുക്കാം, കുഴപ്പമില്ല. അന്യഭാഷ പറയാനുള്ളവരൊക്കെ പറഞ്ഞോളൂ. പക്ഷെ നമ്മളെല്ലാവരും കൂടെ പറയുകയാണ്. എന്താണ് പുരുഷന്മാർ പറയാൻ പോകുന്നത്? എന്താണ് അവൻ? നിങ്ങൾ പറയുന്നത് എന്തായിരിക്കും? ദൈവത്തിൻ്റെ മേഘം ഇറങ്ങി വരുമെന്ന് എനിക്കറിയാം. ആരാധിച്ച് നോക്കാം. അവൻ നല്ലവനല്ലോ. കണ്ണുകളടച്ച് ആരാധിച്ചാട്ടെ. അവൻ നല്ലവനല്ലോ, 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 അവൻ നല്ലവനല്ലോ. എല്ലാ ദൈവജനം ആരാധിച്ചോട്ടെ. അവൻ നല്ലവനല്ലോ, അവൻ നല്ലവനല്ലോ, അവൻ നല്ലവനല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ജീസസ്, ഹല്ലേലൂയ. മന്ദിരം മേഘം കൊണ്ട് നിറഞ്ഞു. ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞെന്നാ. അന്യഭാഷയുടെ ശബ്ദമൊന്നുമല്ല, നമ്മുടെ സാധാരണഗതിയിലുള്ള കാര്യമൊന്നുമല്ല. ദൈവത്തിൻ്റെ മേഘം അവിടെ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയാ, ദൈവത്തിൻ്റെ മഹത്വമാ, ദൈവത്തിൻ്റെ തേജസ്സ. പണ്ട് അബ്രഹാം കണ്ടിട്ടുള്ളത് എന്താണെന്നറിയോ? തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. ഇസ്രായേലിൽ യാത്ര ചെയ്തപ്പോൾ അവർ പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണ്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കൃപാസനത്തിൽ ഈ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വരാറുണ്ടായിരുന്നു. ഇതാ ഇവർ പറയുന്നത്, ആ ദൈവത്തിൻ്റെ മഹത്വം അവിടെ ദൈവത്തിൻ്റെ ആലയത്തെ നിറച്ചു. മന്ദിരം മേഘം കൊണ്ട് നിറഞ്ഞു. ചുരുക്കി പറയട്ടെ, 6:1-2 ആ വാക്യങ്ങളിൽ വരുമ്പോൾ ആരാധന കഴിയുമ്പോൾ ശലോമോൻ ചെയ്തത് ദൈവത്തിൻ്റെ ജനത്തെ അനുഗ്രഹിച്ചു. 6:1-2 അതൊന്നും വിവരിക്കാൻ കഴിയത്തില്ല. ഞാൻ നിനക്കൊരു നിവാസം, നിനക്ക് എന്നേക്കും വസിപ്പാൻ സ്ഥലം പണിതിരിക്കുന്നു. ശലോമോന്റെ ചിന്ത ഇതാ, എന്നേക്കും വസിക്കാനുള്ള ആലയമാണെന്നാ. പക്ഷെ BC 586 അതൊക്കെ
പോയി അറിയാമായിരിക്കുമല്ലോ. എങ്കിലും ആ ജനത്തെ അനുഗ്രഹിച്ച് പറഞ്ഞത് 4-ാമത്തെ വാക്യം മുതൽ അത് നമ്മൾ വായിക്കുന്നില്ല. പിന്നെ 6:3 മുതൽ 42 വരെ ഒരു പ്രാർത്ഥനയാണ്. 7:14 പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയാണ്. അവിടത്തേക്കാണ് ഞാൻ ഈ കൊണ്ടുവരുന്നത്. അത് 6:3 മുതൽ 42 വരെ ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ 7:1 നിങ്ങൾ നോക്കിക്കോളൂ. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ശലോമോൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി ഹോമയാഗവും ഹനനയാഗവും ദഹിപ്പിച്ചു. ചുമ്മാ പ്രാർത്ഥനയൊന്നുമല്ല കേട്ടോ. പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവത്തിന് കൊണ്ടുപോയി കൊടുക്കുന്ന യാഗങ്ങളുണ്ട്, വിലപിടിപ്പുള്ളതാ. പക്ഷെ അതൊക്കെ ദൈവം സ്വീകരിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങി വന്നിട്ട് അതിനെ ദഹിപ്പിക്കുക. പുരോഹിതന്മാരല്ലല്ലോ അവിടെ ദഹിപ്പിക്കുന്നത്, പൗരോഹിത്യം അവർക്കല്ല. ഇപ്പം ആർക്കാണെന്ന് അറിയാമോ? ഞാൻ വിശ്വസിക്കുന്ന മൽക്കീസേദക്കിൻ്റെ ക്രമപ്രകാരം എന്നൊക്കെ ഒരാൾ പുരോഹിതനായിട്ടുണ്ട്. അവനായിരിക്കാം, അവൻ്റെ സാന്നിധ്യമായിരിക്കാം ഇറങ്ങി വന്ന് യാഗത്തെ എല്ലാം അത് ദഹിപ്പിച്ചു. 7:4 ദൈവത്തിൻ്റെ ആലയം അദ്ദേഹം പിന്നെ രാജാവും സർവ്വജന യഹോവയുടെ സന്നിധിയിൽ യാഗം കഴിച്ച് 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രാജാവും സർവ്വജനവും ദൈവാലയത്തെ പ്രതിഷ്ഠിച്ചു. ദൈവത്തിൻ്റെ ആലയത്തെ പ്രതിഷ്ഠിച്ചു. ദൈവത്തിന് വേണ്ടി, ആരാധനയ്ക്ക് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി, യാഗമർപ്പിക്കുന്നതിന് വേണ്ടി, എല്ലാറ്റിനായിട്ടും ദൈവത്തിന് യാഗമായിട്ട് അതിനെ അർപ്പിച്ചു. ഇതൊരു നല്ല ഉദാഹരണമാണ്. നമ്മൾ നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് എങ്ങനെ യാഗമായിട്ട് അർപ്പിക്കണം. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നോക്കണം. എന്തൊക്കെയാ അത് വിശദീകരിക്കുന്നില്ല. അങ്ങനെ യാഗമർപ്പിച്ചു, ആലയം പ്രതിഷ്ഠിച്ചു. 7-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. നമ്മൾ വേഗത്തിൽ ഈ ഭാഗത്തേക്ക് വരിക. അത് 7-ാമത്തെ വാക്യം. 8-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ആ സമയത്ത് 7 ദിവസം ഉത്സവം ആചരിച്ചു. 7 ദിവസം ഭയങ്കര സെലിബ്രേഷൻ ആയിരുന്നു. എൻ്റെ നോട്ടത്തിൽ നമ്മൾ ഇതുപോലെ നല്ല സെലിബ്രേഷനൊക്കെ നടത്തണം. ആരാധനയുടെ സെലിബ്രേഷൻ. നമ്മുടെ ആരാധന എന്ന് പറഞ്ഞ ഒരു ഭയങ്കര സെലിബ്രേഷനാണ്. ആദിമസഭയിൽ ആരാധന ഒരു സെലിബ്രേഷൻ ആയിരുന്നു എന്നറിയണം. അല്ല ഉറക്കം തൂക്കമൊന്നും അല്ല, ഈ പരിപാടികളൊന്നും അല്ല, ഉറക്കം തൂക്കമുള്ള പ്രാർത്ഥനയൊന്നുമല്ല. എന്താണെന്നറിയാം? അവൻ ഉയർത്തെഴുന്നേറ്റ്, മരണത്തെ ജയിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റ ദിവസം ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ ദൈവത്തിൻ്റെ ജനം കൂടി വന്ന് അപ്പം നുറുക്കി അത് പ്രാർത്ഥന കഴിച്ചു. എന്താണെന്നറിയാം? ആരാധനയാ, സെലിബ്രേഷനാ. അങ്ങനെയാ ശനിയാഴ്ച ശബത്ത് യഹൂദന്മാരുടേതാ. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളെന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ആരാധന ദിവസമായി മാറി. എങ്ങനെയാണെന്ന് അറിയാമോ? അങ്ങനെയാ അവൻ്റെ സെലിബ്രേഷന്, അവൻ ഉയർത്തെഴുന്നേറ്റ സെലിബ്രേഷൻ. എൻ്റെ നോട്ടത്തിൽ മറ്റാരേക്കാളും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനുണ്ട്. കാരണം എന്നറിയാം, അവൻ ധാരാളമായിട്ട് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു. സെലിബ്രേറ്റ് ചെയ്യുക. അവൻ നമ്മളോട് ധാരാളമായിട്ട് ക്ഷമിച്ചു. നമ്മളെ സ്വീകരിച്ചില്ലേ? പാപിയായിരുന്ന എന്നെ സ്വീകരിച്ചില്ലേ? അത് കഴിയുമ്പോൾ എനിക്കുള്ള സെലിബ്രേഷൻ എന്താണെന്നറിയാം? ഞാൻ പൊട്ടിക്കരഞ്ഞ് ഞാൻ കർത്താവിനെ ആരാധിച്ചു. എൻ്റെ സെലിബ്രേഷൻ അതാ. എൻ്റെ ജീവിതത്തെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇനി ഞാൻ പാപത്തിലേക്ക് പോകില്ല. എന്നെപ്പോലെ നശിക്കുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടി എൻ്റെ ജീവിതം സുവിശേഷ വിലയ്ക്കായി സമർപ്പിക്കുന്നത് അതൊരു സെലിബ്രേഷനാണ്. എൻ്റെ ജീവിതത്തെ സുവിശേഷത്തിന് വേണ്ടി അങ്ങനെ അർപ്പിച്ചതാ. എൻ്റെ പാപത്തിനുള്ള ഇഷ്ടം പോലെ ക്ഷമ തന്നില്ല, ധാരാളമായിട്ട് ക്ഷമിച്ചില്ലേ? അതിനെത്ര നന്ദി പറഞ്ഞാൽ തീരുമോ? സ്തോത്രം ചെയ്യാം. എന്തൊരു വലിയ കാര്യങ്ങളാണ് അവൻ നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. ഞാൻ നോക്കിയിട്ട് നമ്മൾ ഭയങ്കര സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മദ്യപിക്കുക, അത് ഇതൊന്നുമല്ല. ദൈവത്തിൻ്റെ ജനത്തിന് പാവനമായ സെലിബ്രേഷൻ. അന്യഭാഷ മാത്രമൊന്നല്ല, വേറെ ചിന്തിച്ച് നോക്കണം. എങ്ങനെയാണ് ദൈവത്തിൻ്റെ ജനത്തിന് സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയുന്നത്? അവരുടെ വിടുതലിൻ്റെ ദിവസങ്ങൾ, അവർക്ക് ഉത്സവങ്ങളെല്ലാം സെലിബ്രേഷൻ ആയിരുന്നെന്നറിയാം. നല്ല ഭക്ഷണം മാത്രമൊന്നുമല്ല, ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്നു, യാഗങ്ങൾ അർപ്പിക്കുന്നു, ജനം ഒരുമിച്ച് കൂടുന്നു. എൻ്റെ നോട്ടത്തിൽ അസംബ്ലീസ് ഓഫ് ഗോഡിൽ ഇതാ നടക്കേണ്ടത്. ഇനി അല്ലെങ്കിൽ നമ്മൾ ചിതറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എന്താ സംഭവിക്കേണ്ടത്? ആളുകൾ ഒരുമിച്ച് കൂടി വന്ന് സെലിബ്രേറ്റ് ചെയ്യുക, യേശുവിനെ സെലിബ്രേറ്റ് ചെയ്യുക, പാപക്ഷമ സെലിബ്രേറ്റ് ചെയ്യുക, ദൈവരാജ്യം സെലിബ്രേറ്റ് ചെയ്യുക. ഹല്ലേലൂയ. നിങ്ങൾ എന്നോട് യോജിക്കുന്നുണ്ടെങ്കിൽ കരങ്ങളൊന്ന് ഉയർത്തിക്കാട്ടെ. കർത്താവിന് സ്തോത്രം. സെലിബ്രേഷൻ ഉള്ളിടത്ത് ആളുകൾ കൂടുന്നതെന്നറിയണം. പെന്തക്കോസ്ത് നാളിൽ ഭയങ്കര സെലിബ്രേഷൻ. എന്താണെന്നറിയാം? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഒരു ഭയങ്കര സെലിബ്രേഷൻ. കഴിഞ്ഞ ദിവസം നമ്മുടെ കുട്ടിക്കാനത്ത് പ്രസംഗിച്ച
ആ ഡേവിഡ് കൊറിയക്കാരന് അദ്ദേഹം പറഞ്ഞൊരു ചിന്ത ഞാൻ ജീവിതത്തിൽ ആദ്യം കേൾക്കുകയാണ്. പരിശുദ്ധാത്മാ നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ സാക്ഷികൾ. പരിശുദ്ധാത്മാവ് ആദ്യത്തെ മിഷനറി എന്തെന്നറിയോ? അവരുടെ എല്ലാം ഭാഷകളിൽ സംസാരിച്ചു പരിശുദ്ധാത്മാവ്. ആണോ? നിങ്ങൾ എന്താ കേട്ടിട്ടേ ഇല്ലേ? ഇത് കണ്ടിട്ടേ ഇല്ലേ? ഓരോരുത്തർ അവരവരുടെ ഭാഷകളിൽ കേട്ടതിലാണോ സംസാരിച്ചതിലാണോ അത്ഭുതം? എന്താ പാസ്റ്ററെ സാമുൽ സാറേ എങ്ങനെയായിരിക്കും? നമ്മുടെ ഭാഷകളിൽ അവർ സംസാരിക്കുന്നത് കേട്ടു. പത്രോസും യാക്കോബും യോഹന്നാനും ഇവരാരും ഈ ആ നാടുകൾ പാർത്തിയിലും ഏലാമ്യരും ഒക്കെ അവരുടെ ആരുടെയും ഭാഷയൊന്നും പഠിച്ചിട്ടില്ല. പക്ഷെ അവരുടെ ഭാഷകളിൽ സംസാരിച്ചു, അവരോട് സുവിശേഷം അറിയിച്ചു. എൻ്റെ നോട്ടത്തിൽ പരിശുദ്ധാത്മാ വന്നു കഴിയുമ്പോഴല്ലോ നമ്മുടെ പരിമിതികൾ, ഭാഷയുടെ പരിമിതികൾ, അതിരുകളുടെ പരിമിതികൾ, അതിനെയൊക്കെ അതിജീവിച്ച് അപ്പുറത്തേക്കാ. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഒരു ഭയങ്കര സെലിബ്രേഷനാ. അന്നേ എല്ലാവരും പറഞ്ഞു ഇവരെന്ത് ചെയ്തിരിക്കുകയാണെന്നാ? വീഞ്ഞു കുടിച്ച് സെലിബ്രേഷൻ ആയിരുന്നോ? ആണോ? വളരെ വേഗത്തിൽ മുമ്പോട്ട് പോട്ടെ, എനിക്ക് അല്ലെങ്കിൽ ഇനി വേറെ സമയം തരേണ്ടി വരും. 7:10 ജനങ്ങളെല്ലാം വീട്ടിലേക്ക് പറഞ്ഞയച്ചു. നിങ്ങൾ 7:12 നോക്കിക്കോളൂ. അല്ല, 7:10 അവസാന ഭാഗം. സന്തോഷവും ആനന്ദവും ഉള്ളവരായി അങ്ങനെയാണ്. നല്ല ആരാധനയ്ക്കൊക്കെ പോയാൽ അങ്ങനെയാണ്. ചില ആരാധനകളൊക്കെ പോയി കഴിഞ്ഞാൽ സർവ്വസമയം കുത്തുവാക്കുകളും ഉറക്കം തൂങ്ങലും ഇത് കണ്ട് ജനം തളർന്ന ആരാധനയിൽ പോകുന്നത്. എൻ്റെ നോട്ടത്തിൽ ഒരു ആരാധനയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ആനന്ദവും സന്തോഷവും. നമ്മുടെ ഒരു സെഷൻ കഴിയുമ്പോഴത്തേക്ക് എന്ത് വേണം? ആനന്ദം വേണം, സന്തോഷം വേണം, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണം, അതെ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കണം. ഞാൻ വിചാരിക്കായിരുന്നു സാമുൽ സാറേ, നമ്മൾ ഇവർക്ക് ഇച്ചിരി സ്വാതന്ത്ര്യം കൊടുക്കണം. എന്തും ചെയ്യാനല്ല. ഇതിനകത്ത് പ്രവാചകരുണ്ടെന്ന് എനിക്കറിയാം. ഉണ്ടോ? പ്രവചന ശുശ്രൂഷയുള്ളവരുണ്ടോ? കരങ്ങൾ ഉയർത്തിക്കാട്ടെ. 2 പേരോ 3 പേരോ ഇവിടെ പ്രവചന ശുശ്രൂഷയുള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുന്നത് പ്രാർത്ഥന നടക്കുന്നുണ്ടെങ്കിൽ അറിയിക്കാനായിട്ട് ആരും മടിക്കണ്ട. ഞാനും ഒരു പ്രവാചകനായിരുന്നു. പിന്നെ ആരാണ്ടൊക്കെ എന്നോട് പറഞ്ഞു, കുഞ്ഞെ ചിലപ്പം പോരാട്ടമൊക്കെ വീഴും, പിന്നെ സൂക്ഷിച്ച് വേണം. ആരുടെയോ പാപങ്ങളെ ദൈവം വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ആരാണ്ട് എന്നെ എടുക്കുമെന്ന് പറഞ്ഞതാണ്. പിന്നെ ഞാൻ നോക്കണേ മകനെ മകളെ എന്നൊക്കെ വിളിക്കുന്നത് എനിക്ക് ഭയങ്കര വിഷമം. പിന്നെ എനിക്ക് ചെറിയ യിരെമ്യാ പ്രവചനം വായിച്ചോണ്ടേ എനിക്ക് തോന്നിയത് ഞാൻ പറയാത്തത് പ്രവാചകന്മാരും. അപ്പോൾ എനിക്ക് പേടിയായി. കരഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, കർത്താവ് ഇതെനിക്ക് വേണ്ട എന്ന്. പക്ഷെ പ്രവചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു, സന്തോഷ് ജോൺ പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഇവരുടെ പേര് ഞാനും വിട്ടുപോയി. അവർ എല്ലാ ഞായറാഴ്ചയും പാസ്റ്റർ വൈഫ് പ്രവചിച്ചിരിക്കും. അത് കേൾക്കണം. അതിനകത്തൊരു ശക്തിയാണ്. എനിക്കിപ്പോഴും എനിക്ക് ഓർമ്മ എത്ര പ്രാവശ്യം എന്നറിയാം ദൈവശബ്ദം കേട്ടിട്ട് ഞാൻ പൊട്ടി തകർന്നിരുന്ന സമയങ്ങളിൽ ദൈവദാസൻ എൻ്റെ അടുക്കലേക്ക് വന്ന് അറിയിച്ചു ദൈവത്തിൻ്റെ ആലോചന. ഇത് കഴിഞ്ഞിട്ട് ആരാധന കഴിഞ്ഞിട്ട് പോകുമ്പോഴേ എൻ്റെ മക്കളും പറയും, എന്നാ സന്തോഷമായിരുന്നു അപ്പേ, ദൈവം നമ്മളോട് സംസാരിച്ചല്ലോ. ഇതാ നമ്മുടെ ആരാധനകളിലൊക്കെ നടക്കേണ്ടത്. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് പ്രവചനാത്മാവുള്ളവരൊക്കെ ഇടയ്ക്ക് പ്രസംഗിക്കുന്നതിനിടയ്ക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രവചിക്കണം തോന്നാൻ പറഞ്ഞോ. അപ്പോൾ പ്രവാചകൻ്റെ ആത്മാവായി എൻ്റെ ആത്മാവ് നിങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കും. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ പ്രസംഗിക്കുന്നതായിരിക്കും. കർത്താവിന് സ്തോത്രം. വളരെ വേഗത്തിൽ. എന്നിട്ട് അവരെല്ലാം പറഞ്ഞു വിട്ടു. യാക്കോബ് യെബ്ബോ കടവിലായിരുന്നത് പോലെ തന്നെയാണ്. ഇപ്പം എന്ത് ചെയ്യുന്നറിയോ? എല്ലാവരെയും വീട്ടിൽ പറഞ്ഞു വിട്ടു. ശലോമോനെ എവിടെ വെച്ചായി വെളിപ്പാടുണ്ടാകുന്ന എനിക്കറിഞ്ഞൂടാ. വീട്ടിലാണോ ദൈവത്തിൻ്റെ ആലയത്തിലാണോ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ 7:12 യഹോവ രാത്രിയിൽ അവന് പ്രത്യക്ഷനായി. അതിൻ്റെ ശേഷം ആലയം പ്രതിഷ്ഠിച്ചു, സെലിബ്രേഷൻ ഉണ്ടായിരുന്നു, ജനത്തെ വീട്ടിൽ പറഞ്ഞു വിട്ടു, ഭയങ്കര ആരാധന നടന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ യഹോവ രാത്രിയിൽ ശലോമോന് പ്രത്യക്ഷനായി അരുളി ചെയ്തത് എന്തെന്നാൽ, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു.
ബാക്കി നമുക്ക് പിന്നെ മടങ്ങി വരാം. രണ്ടാമത്തെ പ്രാവശ്യമാണ് ശലോമോന് ദൈവം പ്രത്യക്ഷനാകുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിലാണ്. ആദ്യത്തത് വിശദാംശത്തിലേക്ക് പോകുകയില്ല. പക്ഷെ ഇവിടെ പറയുകയാണ്, ഞാൻ നിന്റെ പ്രാർത്ഥന. യഹോവ രാത്രിയിൽ ശലോമോന് പ്രത്യക്ഷനായി. ഒന്നുകൂടെ നോക്കിക്കോളൂ. അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ ഞാൻ നിന്റെ അപ്പൊ ഇനി ദൈവം സംസാരിക്കുന്നതാ. ബാക്കിയൊക്കെ അറിഞ്ഞിരിക്കണം. ദൈവത്തിൻ്റെ ശബ്ദമാ, ദൈവത്തിൻ്റെ വെളിപ്പാടാ, ശലോമോനുണ്ടായ ദൈവത്തിൻ്റെ ആലോചനയാ. കൂടുതൽ ശ്രദ്ധയോടുകൂടി കരുതണം. അത് അരുളിച്ചെന്തെന്നാൽ ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട്. മറുപടിയിലേക്ക് വരട്ടെ. എൻ്റെ ഒരു കണ്ടെത്തൽ ഞാൻ നിങ്ങളോട് പറയാം. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ കണ്ടെത്തി 8 പ്രാർത്ഥനകളാണ് പ്രാർത്ഥിച്ചത്. അദ്ദേഹം പ്രാർത്ഥിച്ചതൊന്നും മറുപടി വളരെ വ്യത്യസ്തമാണ്. അതാവും നമുക്ക് പ്രധാനം. 8 പ്രാർത്ഥനകളാണ്. 6:14 മുതൽ 42 വരെ. ഒന്ന് അദ്ദേഹം പറയുകയാണ്, 6:14 മുതൽ 17 വരെ തൻ്റെ കുടുംബത്തിനും പാരമ്പര്യത്തിനും അടുത്ത തലമുറയിലും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കണേ. അതിൻ്റെ വിശദാംശത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. 6:18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ, അവിടെ വളരെ വിചിത്രമായൊരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. 20-ാമത്തെ വാക്യം. 20-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുന്നത്, 6:20, ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന. ഈ സ്ഥലത്ത് വെച്ച്, എനിക്കത് പ്രധാനമാണ് പദപ്രയോഗങ്ങൾ. 21, ഈ സ്ഥലത്ത്. അതെ. 22, ഈ ആലയത്തിൽ യാഗപീഠത്തിന് മുൻപാകെ വന്ന. അതെ, അതിൻ്റെ വിശദാംശത്തിലേക്കൊന്നും പോകുകയില്ല. താനെ പറയുന്നത്, ഇവിടെ ആവശ്യപ്പെടുന്നത്, ആളുകളൊക്കെ ഈ ആലയത്തിലേക്ക് വന്നാൽ, യാഗപീഠത്തിൻ്റെ അടുക്കലേക്ക് വന്നാൽ, ആലയത്തിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. ദൈവത്തോട് റെക്കമെൻഡേഷനാ. യെരുശലേമിലെ ആലയത്തിൽ ആരെങ്കിലും വന്ന് പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥന നീ കേൾക്കണം. ടെമ്പിൾ സെൻറ്റേഡ് പ്രയർന്ന, ആലയത്തെ കേന്ദ്രീകരിച്ചുള്ളൊരു പ്രാർത്ഥനയത്. അദ്ദേഹത്തിന് ആലയം വളരെ പ്രധാനമായിരുന്നു. പിന്നെ അടുത്തത് 24-25 വാക്യങ്ങൾ. ശത്രുക്കൾ അവരെ തോൽപ്പിച്ചാൽ, ഞാൻ പറഞ്ഞില്ല വിശദീകരിക്കത്തില്ല, പക്ഷെ 24-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുകയാണ്, 24 ഇങ്ങനെയാണ് പറയുന്നത്, ഇസ്രായേൽ പാപം ചെയ്യുന്ന നിമിത്തം ശത്രുവിനോട് തോറ്റിട്ട് നിന്റെ നാമത്തെ സ്വീകരിച്ചുകൊണ്ട് ഈ ആലയത്തിൽ വെച്ച് നിന്റെ മുൻപാകെ പ്രാർത്ഥിച്ചാൽ. തീർന്നിട്ടില്ല. 26-27 മഴയില്ല, ദേശത്ത് ക്ഷാമം. 26-ാമത്തെ വാക്യത്തിൽ മഴ പെയ്യാതിരിക്കുമ്പോൾ അവര് ഈ സ്ഥലത്തേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ചാൽ. എനിക്കതൊക്കെ ഏറ്റവും പ്രധാനം. പിന്നീട് 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ പറയുന്നത് ഭയങ്കര ക്ഷാമമുണ്ടായാൽ. 29-ാമത്തെ വാക്യം. 29-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, യാതൊരു ഈ ആലയത്തിലേക്ക് തിരിഞ്ഞ് കൈമലർത്തുകയും ചെയ്താൽ പ്രാർത്ഥന നീ കേൾക്കണമേ. 32-33 അന്യജാതിക്കാരായ ആളുകൾ, അവര് 32-ാമത്തെ വാക്യം, അവർ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ, എല്ലാം ആലയമാണെന്നറിയണം, ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ. 34-35 അവിടെ യുദ്ധമുണ്ടായാൽ. 34-ാമത്തെ വാക്യം അവിടെയും പറയുന്നത്, നീ നിന്റെ ശത്രു ഈ നഗരത്തിലേക്ക് ഞാൻ നിന്റെ നാമത്തിന് പണിതിരിക്കുന്ന ഈ ആലയത്തിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നിന്നോട് പ്രാർത്ഥിക്കുക, എന്നാൽ ഇവിടോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ 36 മുതൽ 39 വരെ. അതിൽ 36-ാമത്തെ എന്ന് പറഞ്ഞാൽ പ്രവാസികളായിട്ട് ഇവരെ പിടിച്ചുകൊണ്ട് പോയാൽ. അവിടെ 36-ാമത്തെ വാക്യം മുതൽ ഇവിടെ പറയുന്നത് എത്രാമത്തെ വാക്യത്തിലാണത്? 36-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്,
അവരെ പിടിച്ചുകൊണ്ട് പോവുകയും നിങ്കലേക്ക് തിരിഞ്ഞ് നീ തിരഞ്ഞെടുത്ത നഗരത്തിലെ 38 നീ തിരഞ്ഞെടുത്ത നഗരത്തിലേക്കും ഞാൻ നിന്റെ നാമത്തിന് മടന്നിരിക്കുന്ന ഈ ആലയത്തിലേക്കും നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്താൽ. ഇത് വളരെ വിചിത്രമായൊരു പ്രാർത്ഥനയാണ്. അതിൻ്റെ അവസാനമായിട്ട് 7:12 ദൈവം പറയുക, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. പക്ഷേ ദൈവം പ്രാർത്ഥനയുടെ ഫോക്കസ് മാറ്റുകയാണ്. അവിടെ പറഞ്ഞത് ഈ സ്ഥലം, യാഗപീഠം, ആലയം, ഈ സ്ഥലത്ത് വെച്ച് ഈ സ്ഥലത്തേക്ക് നോക്കി ഈ ആലയത്തിൽ വന്ന് ഈ ആലയത്തിൽ വെച്ച് ആലയത്തിലേക്ക് നോക്കി ആലയത്തിൽ വന്ന് നിന്റെ യാഗപീഠത്തിന് മുൻപിൽ ദൈവം ഈ പ്രാർത്ഥന എന്ത് ചെയ്തെന്നറിയാമോ? ദൈവം പ്രാർത്ഥനയെക്കുറിച്ചൊരു പുതിയ വെളിപ്പാട് കൊടുത്തു. അതാ വളരെ വേഗത്തിൽ ഞാൻ നിങ്ങളോട് വ്യാഖ്യാനിക്കുന്നത്. ഗോഡ് pushes back the proposal. ശലോമോൻ പറഞ്ഞ പ്രപ്പോസൽ ഉണ്ടല്ലോ, ശലോമോന്റെ ശുപാർശകളുണ്ടല്ലോ, ദൈവം അത് നേരെ തലകീഴായി മറിച്ചു. തൻ്റെ ധാരണകൾക്ക് മാറ്റം വരുത്തുകയാണ്. നമ്മുടെയും പ്രാർത്ഥനയെക്കുറിച്ചുള്ള ധാരണകൾക്ക്, ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കുമുള്ള നമ്മുടെ സാധാരണ പാരമ്പര്യമായിട്ടുള്ള പ്രാർത്ഥനകളുടെ രൂപത്തിന് മാറ്റം വരുത്തുകയാണ്. ഇവിടെ എന്താണ് ദൈവം അവിടെ ചെയ്യുന്നത്? ഇതിൽ നിന്ന് മാറ്റം വരുത്തിയിട്ട് എവിടെയാ ഇപ്പോൾ ഫോക്കസ്? എവിടെയാ? ഈ സ്ഥലം, ഈ ആലയം, ഈ യാഗപീഠം, ഈ പട്ടണം, ഇതൊക്കെയാണ് പറയുന്നത്. അദ്ദേഹത്തിന് 6-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിന്നെ ഈ ഭൂമിയിൽ എങ്ങും കൊള്ളുവാൻ സാധിക്കില്ല. എന്നാലും എന്ത് ചെയ്യുന്നറിയാം? അദ്ദേഹം പറയാം, ഈ ആലയം, ഇവിടുത്തെ ആലയം ഞങ്ങളുടെ ഇടയിൽ മാത്രമുള്ളൊരു ദൈവത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ദൈവത്തെ യഹൂദ ദൈവമാക്കാനാണ് ശ്രമിക്കുന്നത്. ദൈവത്തെ അല്ല, ദൈവം ഈ പ്രപഞ്ചത്തെ മുഴുവനുള്ളതല്ല. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇവിടെ എങ്ങും തന്നെ കൊള്ളുകയില്ല. പക്ഷേ എന്നാലും യഹൂദ ദൈവമാക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ടെമ്പിൾ സെൻറ്റേർഡാ. നമ്മുടെയൊക്കെ 4 ചുമരുകൾക്കകത്താണ് നമ്മുടെ പ്രാർത്ഥനകൾ. ടെമ്പിൾ സെൻറ്റേർഡാ, റിച്വൽ സെൻറ്റേർഡാ. കർമാചാരങ്ങൾ, യാഗപീഠത്തിൽ യാഗമർപ്പിച്ചാൽ ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ അടുത്ത് റിച്വൽ സെൻറ്റേർഡാ. സെൽഫ് സെൻറ്റേർഡാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നത് നീ കേൾക്കണം, അത്രയുമായിരുന്നു. ഒരു പ്രീസ്റ്റ് സെൻറ്റേർഡാ, പുരോഹിതന്മാരിൽ സെൻറ്റേർഡാ. എൻ്റെ ദൈവം ഈ അതിരുകൾക്ക് അപ്പുറമാണെന്നാണ് അടുത്ത വാക്യം നമ്മളോട് തെളിയിച്ചു തരുന്നത്. ഇവിടെ ഹി ഷിഫ്റ്റ്സ് ടു ദ പേഴ്സൺ ഹു പ്രേസ് ആൻഡ് ടു ദ ഗോഡ്. അദ്ദേഹം ചെയ്തത് എന്നാണെന്നറിയാം? പ്രാർത്ഥിക്കുന്ന ആളിലേക്ക് ഫോക്കസ് മാറ്റി, പ്രാർത്ഥിക്കുന്ന ദൈവത്തിലേക്കും ഫോക്കസ് മാറ്റി. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളുടെ ചുരുക്കം വാക്കുകളിൽ വിശദീകരിക്കാൻ പോകുക. ഇവിടെ ദൈവത്തിന് ഏറ്റവും പ്രധാനം എന്താണെന്നറിയാം? എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം ആദ്യം ആലയത്തിലേക്കല്ല നോക്കേണ്ടത്, ആദ്യം അകത്തോട്ടാണ് നോക്കേണ്ടതെന്നാ. നമ്മൾ ആദ്യം ട്രാൻസ്ഫോംഡ് ആകേണ്ടത്. അല്ലെങ്കിൽ ആലയത്തിൻ്റെ ശക്തിയല്ല, ആലയത്തിൻ്റെ സൗന്ദര്യമല്ല, യാഗപീഠത്തിൽ അർപ്പിക്കുന്ന യാഗത്തിൻ്റെ പ്രത്യേകതയല്ല, പുരോഹിതന്മാരല്ല അതിന് കാരണം, പാരമ്പര്യമല്ല അതിന് കാരണം. അതിന് പകരം, അങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് പകരം നമ്മൾ നമ്മുടെ അകത്തേക്ക് ആദ്യം നോക്കേണ്ടത്. അതല്ല ഇവിടെ പറയുന്നത്. തങ്ങളെ തന്നെ താഴ്ത്തി ആദ്യം അതുകൊണ്ട് സംഭവിക്കേണ്ടത് മറ്റെല്ലാ അന്യഭാഷ പറയുന്നതിന് മുൻപും എന്ത് പരിപാടി ചെയ്യുന്നതിന് മുൻപും നമ്മുടെ അകത്ത ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകേണ്ടത്. നിങ്ങൾ കഴിഞ്ഞ ആദ്യം ഇത് തുടങ്ങിയ ഞാൻ പറഞ്ഞല്ലോ, യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ പോണേ ആദ്യം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് എന്ത് സംഭവിച്ചെന്നാ? അവൻ ആകപ്പാടെ അവന് രൂപാന്തരപ്പെട്ടെന്നാ. നമുക്കാണ് ആദ്യം കാര്യമായിട്ടുള്ള ചേഞ്ചസ് വരേണ്ടത്. നമ്മുടെ സ്വാർത്ഥ താല്പര്യത്തിൽ കൂടിയുള്ള അങ്ങനെയുള്ള പ്രാർത്ഥനകളല്ല വേണ്ടത്. അതിന് പകരം നമ്മൾ വ്യത്യസ്തമായി പ്രാർത്ഥിക്കണം. ഇനി പ്രധാനപ്പെട്ട വിശദീകരണത്തിലേക്ക് വരട്ടെ. 13-ാമത്തെ വാക്യം ഇവിടെ പറയുന്നത് കാര്യങ്ങളൊക്കെ കുഴപ്പമൊക്കെ സംഭവിക്കുന്നതിന്. ഇവിടെ എന്താ? മഴ പെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ആകാശം അടയ്ക്കുകയോ ദേശത്തെ തിന്നു മുടിക്കേണ്ടതിന് വെട്ടുക്കിളിയോട് കൽപ്പിക്കുകയോ എൻ്റെ ജനത്തിനിടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ. ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്.
അവിടെ നമ്മൾ ഓർക്കേണ്ടത് ആവർത്തനം 28, 29, 30 വാക്യങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ടാണ് ദൈവം പറയുന്നത്. അവിടെ പറയുന്നുണ്ട് ദൈവം അവരെ അനുഗ്രഹിക്കും, ദൈവത്തിൻ്റെ വചനത്തെ അവർ കേട്ടനുസരിച്ചില്ലെങ്കിൽ ദൈവം അവരെ ശപിക്കും, ലോകത്തിൽ മുഴുവൻ അവരെ ചിതറിച്ച് കളയും, അവർക്ക് മഴ കിട്ടുകയില്ല, ക്ഷാമമായിരിക്കും, വെട്ടുക്കിളി തിന്ന് കളയും എന്നൊക്കെ പറയുന്നുണ്ട്. ദൈവം ഇവിടെ പറയുകയാണ്, അങ്ങനെ സംഭവിച്ചാൽ അതിൻ്റെ അർത്ഥം അവർ പാപം ചെയ്താൽ, അവർ ദൈവത്തിൻ്റെ വചനം അവർ വിട്ടുപോയാൽ അവിടെ നമ്മൾ അറിയേണ്ടത് അത് ഗിൽറ്റ് ഈസ് ഫോളോഡ് ബൈ ജഡ്ജ്മെൻറ്റ്. അവിടെ കുറ്റത്തെ പഴയ നിയമത്തിൽ അവർ പാപം ചെയ്ത് അതേ തുടർന്നുള്ള ശിക്ഷാവിധിയെക്കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തൂത്തുമാറുന്നൊന്നും അല്ല. അവർ പാപം ചെയ്തിട്ടുണ്ട് എങ്കിൽ ചെയ്യേണ്ടത് എന്താ? നമ്മളവിടെ ഓർക്കേണ്ടത്, അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തെ അവർ ഉപേക്ഷിച്ച് വിഗ്രഹങ്ങളുടെ പുറകെ പോയി അവൻ്റെ കൽപ്പനകളെ അവർ ലംഘിച്ചു, അങ്ങനെ ചെയ്താൽ ആകാശം മഴ തരികയില്ല, അത് ക്ഷാമമായിരിക്കും, ഭൂകമ്പമായിരിക്കും, ശത്രുക്കൾ വന്ന് അവരെ കീഴ്പ്പെടുത്തും, ലോകത്തിലേക്കെല്ലാം അവർ ചിതറിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ 13ാമത്തെ വാക്യം പറയുന്നത് എന്ത് സംഭവിച്ചാലും സ്റ്റിൽ ദർ ഈസ് ഹോപ്പ്, എന്നാലും പ്രതീക്ഷയുണ്ടെന്നാണ് ദൈവത്തിൻ്റെ ജനം. അവൻ്റെ നാമം, അവൻ്റെ ജനം, അവർക്ക് പ്രതീക്ഷയ്ക്ക് സാധ്യതയുണ്ട്. സ്റ്റിൽ ദർ ഈസ് ഹോപ്പ്. അതെ, ദൈവത്തിൻ്റെ ആലയം നശിച്ചു കഴിഞ്ഞാലും സാധ്യതയുണ്ടതാ. ദൈവത്തിൻ്റെ ജനമെല്ലാം ചിതറിപ്പോയില്ലേ, ദൈവത്തിൻ്റെ ആലയമെല്ലാം നശിപ്പിച്ചില്ലേ, ചുട്ടുകരിഞ്ഞില്ലേ, എങ്കിലും പറയുകയാണ് അവർ ദൈവത്തിൻ്റെ ആ ജനം നഗരത്തിൽ നിന്ന് പോയാലും ആലയമില്ലാതെ വന്നാലും എന്നാലും നിരാശയുടെ മധ്യത്തിലും സ്റ്റിൽ ദർ ഈസ് ഹോപ്പ്. 7-ാം അധ്യായത്തിൻ്റെ 14ാമത്തെ വാക്യത്തിലാണത്. ഞാനത് ആ വാക്യത്തിനകത്തേക്ക് അതിൻ്റെ വ്യാഖ്യാനം കൂടി അത് വിശദീകരിക്കാനായിട്ട് താല്പര്യപ്പെടുക. കൃത്യസമയത്തിനുള്ളിൽ നിർത്തുന്നതായിരിക്കും. 7:12 ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു ആണല്ലോ. പ്രാർത്ഥന കേട്ട് ഈ സ്ഥലം എനിക്ക് യാഗത്തിനുള്ള ആലയമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. അവിടെ ഒന്നാമത് നമ്മൾ അറിയേണ്ടത്, ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു. ആർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്? ശലോമോന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണോ? ഇത്തിരിയുടെ കഴിയുന്ന ദൈവം കൽപ്പിക്കുമ്പോൾ, ദൈവത്തിൻ്റെ മറുപടി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനന്തര തലമുറകൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ആ സിംഹാസനത്തിൽ ഇരുത്താൻ ഒരുത്തനെ ഉണ്ടായിരിക്കുക, ഇല്ലാതിരിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ താൻ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചതാണോ? അന്യജാതിക്കാർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചതാണോ? അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സഭയ്ക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അത് നമ്മുടെ ചുമതലയാണെന്ന്. ഒരു പക്ഷേ കഴിഞ്ഞ ദിവസം സാമുൽ സാറ് പറഞ്ഞ ഓർമ്മയുണ്ടായിരിക്കും. ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ, നെഹമ്യാവ് പ്രാർത്ഥിച്ചപ്പോൾ, എസ്രാ പ്രാർത്ഥിച്ചപ്പോൾ, ഞങ്ങളുടെ പിതാക്കന്മാരെല്ലാം പാപം ചെയ്തു, ദൈവമേ നിൻ്റെ വഴികളെ അവരെല്ലാവരും വിട്ടുപോയി. നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമ്മളാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്, നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മളാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. അതിനുള്ള സാധ്യത, അതിനുള്ള പൗരോഹിത്യം, അതിനുള്ള രാജത്വം നമുക്ക് തന്നിരിക്കുക. അതിനുവേണ്ടി ഇവിടെ കൂടെ വരുന്നത്. കർത്താവിന് സ്തോത്രം. അതാണ് നമ്മുടെ ചുമതല. ശലോമോൻ ചെയ്തതെന്നറിയാം, ഒന്നാന്തര റോള. എന്ത് റോള? സകല ജനത്തിനും വേണ്ടി അദ്ദേഹം ഇടവിൽ നിൽക്കുക. സകല ജനത്തിനും വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുക. എന്തെല്ലാം സാധ്യതകളുണ്ടോ അതെല്ലാം കണ്ണിൽ കണ്ട് പ്രാർത്ഥിക്കുക. നമ്മളങ്ങനെ വരാൻ പോകുന്നതിന് പകരം നമ്മുടെ രാജ്യത്ത് നടക്കുന്നതിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ സഭകളിൽ ഉണ്ടായിരിക്കുന്ന തകർച്ച ഓർത്ത് പ്രാർത്ഥിക്കണം. ശുശ്രൂഷകന്മാരുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന തകർച്ച ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവ് പറഞ്ഞാലോ, എന്നെ ഓർത്ത് നിങ്ങൾ കരയണ്ട, നിങ്ങളെയും. ഈ വാക്യം ഗൗരവമായിട്ട് എടുത്ത് എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുക. കട്ടതയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പീഡിപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആരാ ഇടിവിൽ നിൽക്കുന്നത്? ഇടിവിൽ നിൽക്കുന്നവരുടെ ഞാനൊരു പുരുഷനെ അന്വേഷിച്ചു. പക്ഷേ അസംബ്ലീസ് ഓഫ് ഗോഡിൽ ഒരു കൂട്ടം ദൈവത്തിൻ്റെ ജനം ഇടിവിൽ നിൽക്കാൻ പോകുക. അതേ വിളിച്ച് ചോദിക്കും, അതേ കാവൽക്കാരാ രാത്രി എത്രയായി, എത്രാമത്തെ യാമത്തിലാ? ആരോടാ ചോദിക്കുന്നത്? കാവൽക്കാരോടാ ചോദിക്കുന്നത്, പുരോഹിതനോടാ ചോദിക്കുന്നത്, രാജാക്കന്മാരോടാ ചോദിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഇവിടെ പറയുകയാണ്, അതെ ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. ആർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്? ദൈവജനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. മറുപടികൾ ആ 12ാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്നത്. 12ാമത്തെ വാക്യത്തിലെ മറുപടി എന്താണ്? ഇങ്ങനെയാണ് പറയുന്നത്, ഈ സ്ഥലം എനിക്ക് യാഗത്തിനുള്ള ആലയമായിട്ട്
പ്രാർത്ഥനയ്ക്കുള്ള ആദ്യത്തെ മറുപടി ആരാധനയാണെന്നാണ്. എന്താ യാഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹിയർ ഈസ് വർഷിപ്പ്. ദൈവത്തെ ആരാധിക്കാനായിട്ട് ദൈവം നമുക്ക് ശക്തി തരുമെന്ന യാഗമർപ്പിക്കാൻ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും 1 പത്രോസ് 2-ാം അധ്യായത്തിൽ അതെ ആ ജീവനുള്ള കല്ലായി അവൻ്റെ അടുക്കൽ വന്നിട്ട് നാമും ജീവനുള്ള കല്ലുകളായി ആത്മീയ യാഗം കഴിപ്പാൻ തക്ക പുരോഹിത വർഗമാകുന്നതിന് വേണ്ടി പണിയപ്പെടുന്നെന്ന. ആർക്കാണിത് തന്നിരിക്കുന്നത്? എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുക. എന്താ? ആത്മീയ യാഗം. അദ്ദേഹത്തോട് ആദ്യം മറുപടി പറയുന്നത് അതുകൊണ്ട് ക്ഷാമത്തിൻ്റെ കാര്യമല്ല, യുദ്ധത്തിൻ്റെ കാര്യമല്ല, പിന്മാറ്റത്തിൻ്റെ കാര്യമല്ല. ദൈവം പറയും ആദ്യം എന്താണെന്നറിയാം, എൻ്റെ ആലയത്തെ അതൊരു പ്രാർത്ഥനയുടെ ആലയമാക്കും. എൻ്റെ ആലയം സകല ജാതികളുടെയും പ്രാർത്ഥനയുടെ ആലയം. കർത്താവ് പറഞ്ഞത് എന്താ? എൻ്റെ ആലയം നിങ്ങൾ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ഗുഹ ആക്കി കളഞ്ഞു. പക്ഷേ എൻ്റെ ആലയം എന്താകുന്ന? പ്രാർത്ഥനയുടെ ആലയമായിരിക്കുന്ന, ആരാധനയുടെ ആലയമായിരിക്കുന്ന. നമ്മൾ ഇവിടെ കൂടി വരുമ്പോൾ ഇവിടെ നടക്കേണ്ടത് എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട നടക്കേണ്ടതെന്ന് അറിയാം, ആരാധന നടക്കേണ്ടത്, യാഗമർപ്പിക്കുക വേണ്ടത്. അല്ലെങ്കിൽ പിന്നെന്താ? ആഘോഷം, ദൈവത്തിൻ്റെ തോത്. അതെ, പുരോഹിതന്മാർ അന്ന് ആയിരക്കണക്കിന് ആടുകളൊക്കെ അവർക്കൊന്ന് അവരന്ന് യാഗമർപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇവിടെയുള്ള ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആരാധന നടക്കേണ്ടത്. കർത്താവിന് സ്തോത്രം അന്യഭാഷ കൊണ്ട് മാത്രം നിർത്താൻ പാടില്ല. അതിനപ്പുറത്തൊരു തലത്തിലേക്ക് ആരാധന ഉയരണം, അവൻ്റെ നാമത്തെ ഉയർത്തണം. ആളുകളൊക്കെ അമ്പരപ്പോൾ ഇവർക്ക് എന്താ? ഇവർക്ക് വട്ടുപിടിച്ചിരിക്കുന്നു. ആളുകൾ അന്വേഷിച്ച് വരണം. എന്താണെന്നറിയാം? ആരാധന നടക്കുമ്പോൾ, ഇസ്രായേല്യർ ആരാധന നടത്തുമ്പോൾ അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയെന്നൊക്കെ പറഞ്ഞപ്പോഴേ രാജ്യം മുഴുവൻ കുടുങ്ങി, രാജ്യം മുഴുവൻ കുലുങ്ങി, ജാതികൾ മുഴുവൻ അന്വേഷിച്ചു ഇതെന്തൊരു ആരാധനയാ. അതെ, പെന്തക്കോസ്ത് വന്നപ്പോൾ ഒരു പുത്തൻ ആരാധനയാണ്. അതുകൊണ്ട് ദൈവം പറഞ്ഞിരിക്കുകയാണ്, അതെ, ഇത് ആലയമായിട്ട് യാഗത്തിന് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഒരു കാര്യം കൂടെ ഒന്നുകൂടി ഞാൻ പറയട്ടെ. ഗിൽറ്റ് ഈസ് ഫോളോഡ് ബൈ ജഡ്ജ്മെൻറ്റ്. തെറ്റ് ചെയ്തിട്ടുണ്ടോ? അതിന് ന്യായവിധി അതിന് പുറകെ ഉണ്ട്, അതിനുള്ള പരിഹാരമാണ്. ശലോമോൻ പറഞ്ഞു ഇങ്ങനെ ചെയ്താൽ നീ ഞങ്ങളോട് കരുണ കാണിക്കണമെന്ന. അതിനുള്ള പരിഹാരമാണ് ഇവിടെ പറയുന്നത്. ഇനി പ്രധാനമായിട്ടുള്ള വേദഭാഗം ഞാനൊന്ന് ഒന്നുകൂടെ വ്യാഖ്യാനിച്ചു കൊള്ളട്ടെ. കർത്താവിന് സ്തോത്രം. എൻ്റെ നാമം എൻ്റെ ജനം, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ജനം. ആ പേര് വല്ലവരുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമുള്ളത്, അല്ലാതുള്ളവർക്ക് വേണ്ടിയൊന്നുമല്ല. ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടിയുള്ളതാണ്. അവർ പ്രാർത്ഥിക്കേണ്ടത് മോഡലായി ഇവിടെ കാണുന്നത്. 3-4 കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ തന്നെ നോക്കിക്കോളൂ, ഞാൻ ചെറുതായിട്ട് വിശദീകരിക്കാം. എന്തൊക്കെയാണ്? തങ്ങളെ തന്നെ താഴ്ത്തി. 2, എൻ്റെ മുഖം അന്വേഷിച്ച്. അല്ല, ഒരെണ്ണം വിട്ടുപോയി. തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച്. അടുത്തത്, ദുർമാർഗങ്ങളെ വിട്ട് തിരിയും എങ്കിൽ അനുഗ്രഹങ്ങൾ വരുന്നുണ്ട്. അതും കൂടെ ഞാൻ ചുരുക്കമായിട്ട് പറയുന്നതായിരിക്കും. എന്ത് തന്നെത്താൻ താഴ്ത്തുക? നമ്മൾ ഈ താഴ്ത്തുന്നു പൊടിയോളം താഴ്ത്തുന്നു, വല്ല അർത്ഥം മനസ്സിലാകാറുണ്ടോ? എന്താ ഈ താഴ്ത്തുക? ഹംബിൾ യുവർസെൽഫ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഞാനിതിൻ്റെ തനി വാക്കുകളെല്ലാം കണ്ടെത്താൻ നോക്കി. എന്ത് ഇതിൻ്റെ അർത്ഥം? അക്കാലത്തുണ്ടായിരുന്ന അർത്ഥം ടു ബെൻഡ് ദ നീ, മുട്ട് മടക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. ആരെടുക്കലാണ് മുട്ടുകുത്തുന്നത്? സകലരുടെയും മുഴങ്കാൽ അവൻ്റെ അടുക്കൽ മടക്കത്തില്ലേ? ഇവിടെ പറയുന്നത് നമ്മൾ മുട്ടുകുത്തുക. ആരുടെ മുൻപിലാ? നമ്മുടെ ദൈവത്തിൻ്റെ മുൻപിലാ, നമ്മുടെ രാജാവിൻ്റെ മുൻപിലാ, നമ്മുടെ രക്ഷകൻ്റെ മുൻപിലാ, നമ്മുടെ പ്രാണപ്രിയൻ്റെ മുൻപിലാ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ്റെ മുന്നിലാ. അതിൻ്റെ അർത്ഥം ടു ബ്രിങ് ടു സബ്ജക്ഷൻ. ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഞാൻ മുട്ടുകുത്തിയാൽ, ഒരു രാജാവിൻ്റെ മുൻപിൽ മുട്ടുകുത്തിയാൽ അങ്ങേക്ക് ഞാൻ കീഴ്പ്പെടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ശരീരത്തിൻ്റെ അടയാളം മാത്രമല്ല, അതിൻ്റെ അർത്ഥം ഞാൻ എന്നെ തന്നെ ഞാൻ ഹ്യൂമിലിയേറ്റ് ചെയ്യുക, ഞാൻ എന്നെ തന്നെ താഴ്ത്തുകയാണ്.
എൻ്റെ മുമ്പിൽ നിൽക്കുന്നതിന് മുൻപിൽ ഞാൻ എന്നെ തന്നെ ചെറുതാക്കുക, അവൻ്റെ അധികാരത്തിന് കീഴ്പ്പെടാൻ ഞാൻ തീരുമാനിക്കുക. എൻ്റെ ഇഷ്ടമല്ല അവിടെ പ്രധാനം, അവൻ്റെ ഇഷ്ടമാണ് അവിടെ പ്രധാനം. അവൻ്റെ ഇഷ്ടത്തിന് ഞാൻ സമർപ്പിക്കുക. തോൽപ്പിക്കപ്പെട്ട രാജാക്കന്മാർ, ഇന്നലെ രാത്രിയുടെ കഴിഞ്ഞ ദിവസം സാമസാർ പറഞ്ഞു, തോൽപ്പിക്കപ്പെട്ട രാജാക്കന്മാർ എന്ത് ചെയ്യുന്നറിയാമോ? അവർ വലിയ രാജ്യത്തോ ആരാണ് അവരെ തോൽപ്പിച്ചത്? അവരുടെ മുൻപിൽ മുട്ടുകുത്തി മുട്ടയിലഴഞ്ഞ് ചിലപ്പോൾ ചങ്ങലക്കിട്ട അവരുടെ മുൻപിൽ കൊണ്ടുവരുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ രാജ്യം മുഴുവൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മളവിടെ പറയും, എൻ്റെ ഇഷ്ടങ്ങളെല്ലാം അങ്ങയുടെ അടുക്കലേക്ക് ഏൽപ്പിച്ചിരിക്കുക, എൻ്റെ ഭാവിയെല്ലാം അങ്ങയുടെ അടുക്കലേക്ക് ഏൽപ്പിച്ചിരിക്കുക, എൻ്റെ സ്വയമായിട്ടുള്ളതെല്ലാം അങ്ങേക്കായിട്ട് ഞാൻ തരുകയാണ്. അതെ, ഇതെന്താണ് ഇതിൻ്റെ കാരണം? എന്താ? താഴ്ത്തേണ്ടത് എപ്പോഴാ? പാപം ചെയ്തെങ്കിൽ. മറക്കണ്ട, എപ്പോഴാ താഴ്ത്തേണ്ടത്? ദൈവത്തിൻ്റെ അടുക്ക താഴ്ത്തേണ്ടത് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ. ഞാനിവിടെ നിന്ന് പരിശോധിക്കുകയായിരുന്നു, കർത്താവ് എന്തെങ്കിലുമൊക്കെ പാപമുണ്ടോ, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പരിശുദ്ധാത്മാവ് ഓർമ്മ വരുത്തുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവിൻ്റെ ഭാവനയിൽ പാപം ചെയ്തിട്ടുണ്ടോ, ചിന്തകളിൽ പാപം ചെയ്തിട്ടുണ്ടോ, പദ്ധതികളിൽ പാപം ചെയ്തിട്ടുണ്ടോ, മുഴുവനൊരു പരിശോധനയാണ്, കംപ്ലീറ്റ് ആയിട്ടൊരു എക്സാമിനേഷനാണ്. അതാണ് നമുക്കിവിടെ സംഭവിക്കേണ്ടത്. നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ നടപ്പുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ രഹസ്യ പാപങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പരിശോധിച്ചിട്ട്, പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറ്റബോധം തോന്നും. കുറ്റബോധം തോന്നിക്കഴിഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മുടെ കർത്താവിൻ്റെ രക്ഷൻ്റെ അടുക്കൽ ചെന്ന് നമ്മൾ മുട്ടുകുത്തി തന്നെത്താൻ താഴ്ത്തി അവൻ്റെ അധികാരത്തിന് ഏൽപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ അതിന് പറയുന്നത് തങ്ങളെ തന്നെ താഴ്ത്തി. അതിൻ്റെ അർത്ഥം പാപബോധം, ദാറ്റ് ലീഡ്സ് us to Christ. പാപബോധമുണ്ടോ? എന്ത് ചെയ്യുന്നറിയോ? ക്രിസ്തുവിലേക്ക് അത് നമ്മളെ നിർബന്ധിക്കുകയാണ്. അവൻ്റെ അടുക്കൽ വിശപ്പുണ്ടെങ്കിലേ ഹോട്ടലിലേക്ക് പോകില്ലേ, അടുക്കളയിൽ പോകത്തില്ലേ, ദാഹമുണ്ടെങ്കിൽ ടാപ്പിൻ്റെ അടുക്കൽ പോകത്തില്ലേ, പാപത്തിൻ്റെ എവിടെയെങ്കിലുമൊക്കെ അഴുക്കുകൾ ഉണ്ടെങ്കിൽ, കറകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? കഴുകപ്പെടുന്നതിന് വേണ്ടി, പാപക്ഷമയ്ക്ക് വേണ്ടി നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തുക. നമ്മുടെ അവകാശങ്ങളെല്ലാം അവിടെ നമ്മൾ താഴ്ത്തി വയ്ക്കുക, നമ്മുടെ ഇച്ഛാശക്തികളെല്ലാം അവന് സമർപ്പിക്കുക. അതാണ് പറയുന്നത്, തങ്ങളെ തന്നെ താഴ്ത്തി. അതെ, യാക്കോബ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പറയാണ്, തങ്ങളെ തന്നെ താഴ്ത്തുക. താഴ്മയുള്ളവരുടെ ദൈവം കരുണയുള്ളവനാ, കടാക്ഷിക്കുന്നവനാ. മത്സരികളോടോ അവന്, അതിൻ്റെ അർത്ഥം ദൈവവും നിങ്ങൾ നമ്മൾ യുദ്ധത്തിലാണെന്നാ. താഴ്ത്തിയില്ലെങ്കിൽ മത്സരിക്കുകയാണെന്നാ. മത്സരികളോട് അവന് എതിർത്ത് നിൽക്കുന്നു. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് ആലയത്തിലല്ല, യാഗപീഠത്തിൻ്റെ അടുക്കലുമല്ല, പിന്നെ എവിടെയാ ചെയ്യേണ്ടത്? നമ്മളെ, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ജനം തങ്ങളെ തന്നെ താഴ്ത്തി അവൻ്റെ മുൻപിലാ താഴ്ത്തേണ്ടത്. കൂടുതൽ വിശദാംശത്തിലേക്ക് പോകുകയില്ല. രണ്ടാമത്തത് പറയുകയാണ്, തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചാൽ. എങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കണം? മക്കയിലേക്കോ യെരുശലേമിലേക്കോ? ദാനിയേലൊക്കെ പ്രാർത്ഥിച്ച ഒരു കാലമുണ്ട്. യഹൂദന്മാരുടെ ഉടമ്പടി ചെയ്ത സ്ഥലമായതുകൊണ്ട് അവിടെ പ്രാർത്ഥിച്ചു. പക്ഷെ അവൻ ദേഹമെന്ന തിരശീല ചിന്തി സകലർക്ക് വേണ്ടി കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലുവാനുള്ള മുഴുവൻ സ്വാതന്ത്ര്യം തന്നിരിക്കുക യേശു കർത്താവിൽ. ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. എവിടോട്ടാ ചെല്ലേണ്ടത്? പ്രാർത്ഥിക്കുക. അപ്പോൾ അതിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ആവശ്യങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ട് പറയണം. എന്ത് പെറ്റീഷൻ ഉണ്ടെങ്കിലും അങ്ങോട്ട് പറയണം. സങ്കടങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ട് പറയണം. ഭാവിയെക്കുറിച്ച് ആശങ്ക ഉണ്ടെങ്കിൽ അങ്ങോട്ട് പറയണം. അവൻ്റെ അടുക്കൽ മുഴുവൻ ഇറക്കി വെക്കണം. ഫിലിപ്പിയർ 4-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞത്, ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥന, പെറ്റീഷൻ എന്ന എല്ലായിടത്തും പ്രാർത്ഥനയാലും അപേക്ഷയാലും. അപേക്ഷ എന്ന് പറഞ്ഞ യേശു കർത്താവ് ഗത്സമന തോട്ടത്തിൽ ചങ്കുപൊട്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയില്ലേ? ഏലിയാവ് ചെന്ന് മുഴങ്കാലുകളുടെ ഇടയിലേക്ക് സ്ത്രീ പ്രസവിക്കുന്ന പൊസിഷനിലിരുന്ന് പ്രാർത്ഥിച്ചില്ലേ? നൊമ്പരപ്പെട്ടുള്ള പ്രാർത്ഥന, സ്തോത്രത്തോടുകൂടി. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ ദൈവം ചെയ്തിരിക്കുന്നതിനൊക്കെ നന്ദി 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 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ കൃപയും ശക്തിയും അവിടെയാണ് നമുക്ക് വ്യാപിക്കുന്നത്. ആ ഭാഗം ഞാനങ്ങ് പരിമിതപ്പെടുത്തിട്ട് പ്രാർത്ഥിക്കുക. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്ന, ദൈവത്തിൻ്റെ ആലയം, ഇറ്റ് ഈസ് എ ഹൗസ് ഓഫ് പ്രയർ. ദൈവത്തിൻ്റെ ആലയം, യേശു കർത്താവ് പറഞ്ഞത് എന്താണ്? ദൈവത്തിൻ്റെ ആലയം എന്തിൻ്റെ ആയിരിക്കുന്ന? പ്രാർത്ഥനയുടെ ആലയമാണ്.
വഴക്കുണ്ടാക്കുന്ന സ്ഥലമല്ല, അവിടെ ആർഗ്യുമെന്റിന്റെ സ്ഥലമല്ല, മറ്റു പരിപാടികൾക്കുള്ളതല്ല. ഇതെന്തിനു വേണ്ടിയാ ദൈവത്തിൻ്റെ ആലയം? സകല ജാതികളുടെയും, നമ്മുടെ മാത്രമൊന്നുമല്ല, സകല ജാതികളുടെയും പ്രാർത്ഥനാലയം. മൂന്നാമത്തത് ദൈവം പണ്ട് ശലോമോൻ പറഞ്ഞതിനെ റിവേഴ്സ് ചെയ്യുന്നതാ. എന്ത് ചെയ്യണമെന്നറിയാമോ? അടുത്തത് പറയുന്നത്, അവൻ്റെ മുഖം ആലയമല്ല അന്വേഷിക്കേണ്ടത്, യാഗപീഠമല്ല അന്വേഷിക്കേണ്ടത്, യെരൂശലേമല്ല അന്വേഷിക്കേണ്ടത്. അതിന് പകരം എന്ത് ചെയ്യണം? നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ? ഫോക്കസ് മാറിയെന്ന് മനസ്സിലാവുന്നുണ്ടോ? ശലോമോൻ്റെ മതത്തെക്കാൾ വലിയതായ എൻ്റെ ദൈവം, ദൈവത്തിൻ്റെ വെളിപ്പാട്, പ്രാർത്ഥനയുടെ വെളിപ്പാട്. അവൻ്റെ മുഖം അന്വേഷിക്കുക എന്നുള്ളതിന് ടു സീക്ക്. കർത്താവ് പറഞ്ഞല്ലോ, അത് കാണാതെ പോയതിനെ തെരഞ്ഞ് രക്ഷിക്കും വരെ. അതിനാ പറയുന്നത്, അവൻ്റെ മുഖം കണ്ടെത്തുന്നിടം വരെ, അവൻ്റെ ശബ്ദം കേൾക്കുന്നിടം വരെ, അവൻ്റെ സ്പർശനം ഏൽക്കുന്നത് വരെ. അതാ അവൻ്റെ മുഖം അന്വേഷിച്ചാൽ. അതിൻ്റെ അർത്ഥം സെർച്ച് വിത്ത് ഡിലിജൻസ്, വളരെ ആത്മാർത്ഥമായിട്ട്. 10 തിരമേലൊന്ന് കാണാതെ പോയില്ലേ? ആ സ്ത്രീ എന്ത് ചെയ്തു? ഡിലിജൻസാ, കണ്ടെത്തുന്നിടം വരെ. വല്ലയിടത്തും അല്ല പോകേണ്ടത്. അതിന് പകരം എന്താ ചെയ്യേണ്ടത്? അവൻ്റെ മുഖം നമ്മൾ അന്വേഷിച്ചാൽ. വിശദീകരിക്കുന്നില്ല അതും. തങ്ങളുടെ ദുർഭാഗ്യങ്ങളെ വിട്ടുതിരിയാന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് വരികയാണ്. റിപ്പൻറ്റൻസ്, പശ്ചാത്തപിക്കുക, മാനസാന്തരപ്പെടുക. ദൈവത്തിൻ്റെ ജനത്തിന് ഇത് ആവശ്യമാണെന്നാ. നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ നീതിമാന്മാരാണെന്നാ. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് കഴിയുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ നമ്മൾ നീതിമാന്മാരല്ല. അവൻ്റെ പരിശുദ്ധിയുടെ അടുക്കൽ ഇരിക്കുന്നത് നമ്മൾ മനസ്സിലാകും നമ്മൾ എത്ര അപൂർണരാ. അടുത്തുകൂടാത്ത വെളിച്ചത്തിലിരിക്കുന്നവൻ്റെ അടുക്കലേക്ക് ചെന്ന് കഴിയുമ്പോൾ, വിശുദ്ധിയിൽ ഭയങ്കരനായിരിക്കുന്നവൻ്റെ അടുക്കലേക്ക് ചെന്ന് കഴിയുമ്പോൾ സെറാഫുകൾ ആരാധിക്കുക. സൈനികരുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അവരൊക്കെ എന്തെന്നറിയാം? 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി. ഓർമ്മയുണ്ടായിരിക്കുമല്ലോ അല്ലേ? വിശദീകരിക്കുന്നില്ല. എന്താണെന്നറിയോ? ദൈവത്തിൻ്റെ പ്രഭ, ദൈവത്തിൻ്റെ വിശുദ്ധി കണ്ടു കഴിഞ്ഞപ്പോൾ ആലയപ്പടിയുടെ ഉമ്മറപ്പടികൾ ഇളകി. അവിടെ എല്ലാം അവൻ്റെ മഹത്വം കൊണ്ട്, സകല ഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുണ്ടാ. അവിടെ പറഞ്ഞു, യെരൂശലേമിലെ ആലയമല്ല. ദൈവത്തിൻ്റെ ജനം ആരാധിച്ചപ്പോൾ, അവൻ്റെ മുഖം അന്വേഷിച്ച് കഴിയുമ്പോൾ എന്ത് കിട്ടുന്നു? നമ്മുടെ പാപങ്ങളെ ഉപേക്ഷിച്ച് നമ്മളെ ശരിക്ക് അവൻ നമ്മളെ എടുത്ത, എന്താണ് പറയുന്നത്? നമ്മളെ വെട്ടിയെടുത്ത ഖനി, കുഴിച്ചെടുത്ത പാറ, അവിടുത്തേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ അവിടെയാണ്. അതാണ് പ്രാർത്ഥന, അതാണ് ഉപവാസം. എനിക്ക് ഉപവാസം എന്ന് പറഞ്ഞത് ഇതാ അർത്ഥം. കർത്താവ് തന്നിരിക്കുന്ന ഘടന ഇതാണ് ദൈവം നമുക്ക് പഠിപ്പിച്ചിരിക്കുന്ന പാഠം. അരുളി ചെയ്തത്, നേരിട്ട് അരുളി ചെയ്തത്. എന്താ പ്രാർത്ഥിക്കേണ്ടത്? 4 കാര്യം നമുക്കൊന്ന് പറയാം, വേഗത്തിലൊന്ന് പറയാം. ഒന്ന് അയ്യോ, നിങ്ങളെല്ലാം ക്ഷീണിച്ചല്ലേ പ്രസംഗം കേട്ട്. എനിക്കാണ് ആവേശം തോന്നല്ലേ? അതെ, ആദ്യം ഹംബിൾ യുവർസെൽഫ്, താഴ്ത്തുക. 2 പ്രാർത്ഥിക്കുക. 3 മുഖം അന്വേഷിക്കുക. 4 നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും, ഞാൻ വ്യഭിചാരമൊന്നും ചെയ്യാൻ പോയിട്ടില്ല, കുട്ടികളെ ഒന്നും ഞാൻ പീഡിപ്പിച്ചിട്ടില്ല, കള്ള് കുടിച്ചിട്ടില്ല. ഇതായിരിക്കും ശരിക്കും കർത്താവിൻ്റെ അടുക്കലേക്ക് ഇരിക്കുമ്പോൾ യെശയ്യാവ് പറഞ്ഞതുപോലെ അയ്യോ, ഞാൻ അശുദ്ധിയുള്ള പുള്ളി പ്രവാചകനായിരുന്നയാളാ. ഇപ്പോൾ മനസ്സിലാക്കി താൻ പ്രവചിച്ചത് പോലും അശുദ്ധിയുള്ള നാവ് കൊണ്ടാണെന്ന്. ദൈവത്തിൻ്റെ ശബ്ദം വന്നു. അതാ ദൈവത്തിൻ്റെ സാന്നിധ്യം. നമ്മുടെ പാപത്തെക്കുറിച്ച് നമുക്കത് ബോധ്യം വരുത്. തിരിച്ചു നടക്കാനായിട്ട് അനുഗ്രഹങ്ങൾ. ആ വാക്യത്തിൽ തന്നെ പറയുന്നത് എന്താണ്? ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് നമുക്ക് മറുപടി തരാൻ വേറൊരാളുണ്ടെന്നറിയണം. ആരാണെന്നറിയാം? സ്വർഗത്തിൽ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇവിടം കൊണ്ട് തീരത്തില്ല. നമ്മളെ നോക്കുന്നവൻ, നമ്മളെ സൃഷ്ടിച്ചവൻ, പ്രപഞ്ചത്തിൻ്റെ ഉടയവന്, അവനോടാണ് നമ്മൾ പറയുന്നത്. അതെ, ഐ വിൽ ഹിയർ, കേട്ട്, ഐ വിൽ ഗിവ് ഇയർ എന്ന, എൻ്റെ ചെവി തണ്ട് ഇങ്ങനെ അങ്ങോട്ട് ചായച്ചു വയ്ക്കുമെന്ന. ഗിവ് അറ്റൻഷൻ ടു, നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ശരിക്കും എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കും. കർത്താവിന് സ്തോത്രം. ഒരു കാര്യം കൂടെ എവിടെയുണ്ട്? 7:15 ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. എൻ്റെ നാമം ഈ ആലയത്തിൽ എന്നേക്കും ഇരിക്കേണ്ടതിന്
ഞാൻ ഇപ്പോൾ അതിനെ തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചിരിക്കുന്നു. ആ, എന്റെ ദൃഷ്ടിയും എന്റെ ഹൃദയം എല്ലായ്പ്പോഴും ഇവിടെ ഇരിക്കും. അതെ, ഒത്തിരി വിവരിക്കാനൊക്കെ ഒത്തില്ല. ഈ സ്ഥലത്ത് കഴുത്തി കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നാ ദൈവം. കണ്ണ് തുറന്നിരിക്കും. പിന്നെ അടുത്തത്, എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. പിന്നെ എൻ്റെ ദൃഷ്ടിയും എൻ്റെ ഹൃദയവും എവിടെ ഇരിക്കും? ഇവിടെ ഇരിക്കും. ദൈവം ഇവിടെ ഇരിക്കുക. ദൈവത്തിൻ്റെ ഹൃദയം പോലും ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ അവരുടെ കൂടെ ഉണ്ടെന്നാണ്. അവൻ്റെ ദൃഷ്ടി, അവൻ്റെ ശ്രദ്ധ, അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അവൻ്റെ ഹൃദയം അത് നമ്മളോട് കൂടിയായിരിക്കും. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ദേശത്തെ സൗഖ്യമാക്കും. കണ്ടു കാണുമെന്ന് ഞാൻ കരുതട്ടെ. ഞാൻ ദേശത്തിന് സൗഖ്യം വരുത്തിക്കൊടുക്കും. നമ്മുടെ രാജ്യത്തിന് സൗഖ്യം വേണമോ? നമ്മൾ ഏറ്റുപറയണം. നമ്മുടെ രാജ്യത്തിന് സൗഖ്യം വേണമോ? ഇങ്ങനെ പ്രാർത്ഥിക്കണം. അപ്പോഴാ ദൈവത്തിൻ്റെ കണ്ണ് തുറന്നിരിക്കും, ദൈവത്തിൻ്റെ ഹൃദയം. ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ടത് ഹെർമൻ ഗുണ്ടർട്ടാണ് കേരളത്തിന് പേര് കൊടുത്തത്. എന്താ? ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം നാട്. അദ്ദേഹം കേരളത്തിൽ കൂടി യാത്ര ചെയ്തപ്പോൾ പറഞ്ഞ പദപ്രയോഗം കാലപ്പഴക്കത്തിൽ നമ്മളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ദൈവം പറയുക, എൻ്റെ ഹൃദയം എവിടെ ഇരിക്കുമെന്നാ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരോട് കൂടെയുണ്ട്, അവരുടെ അടുക്കലിരിക്കും. എൻ്റെ ഹൃദയവും അവരോട് കൂടെ ഇരിക്കും. 15-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അതിനെ കണ്ണു തുറന്നിരിക്കുക. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മുടെ ഗ്രീവൻസസ്, നമ്മുടെ സങ്കടങ്ങളും പരാതികളും എല്ലാം അവൻ തീർത്ത് തരുമെന്ന ഒരു കാര്യം കൂടെ 7:17 അതും കൂടെ ചേർത്ത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. നീയോ നിൻ്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ എൻ്റെ മുൻപാകെ നടക്കണം, മര്യാദയായിട്ട് നടക്കണം. ഇത് കഴിഞ്ഞിട്ട് വാക്ക്. അനുഗ്രഹമൊക്കെ കിട്ടിയാലേ ചുമ്മാ നടക്കണ്ട, വാക്ക്. അടുത്തത് പിന്നെ പറയാണ്, ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ ചെയ്യുകയും. ഡു ഇറ്റ്, വാക്ക്, ഡു. തീർന്നിട്ടില്ല. എന്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിച്ച് നടക്കുകയും ഒബ്സർവ്. ഇനി പഴയതിലേക്ക് പോകാതിരിക്കാൻ, പഴയ ദാരിദ്ര്യം വരാതിരിക്കാൻ, പഴയ പാപത്തിലേക്ക് പോകാതിരിക്കാൻ കർത്താവിന് സ്തോത്രം. ഞാൻ വാക്കുകൾ ഇവിടെ നിർത്തട്ടെ. 2 കാര്യങ്ങളാണ് നമുക്കുണ്ടാകേണ്ടത്. ഒന്ന്, ഒരാരാധന, ഒരു വലിയ ആഘോഷം. 2, ഒരു വലിയ പ്രാർത്ഥന. അതിനു വേണ്ടി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. 1, യഹോവ നല്ലവനല്ലോ. അയ്യോ, ഉപവാസമായതുകൊണ്ടായിരിക്കും ഒരു ജീവനില്ലാതെ പറയുന്നത്. അവൻ നല്ലവനല്ലോ, അവൻ നല്ലവനല്ലോ. ഓ, കയ്യൊക്കെ എടുത്തൊന്ന് പറഞ്ഞാട്ട കർത്താവ്. അവൻ നല്ലവനല്ലോ, അവൻ നല്ലവനല്ലോ, അവൻ നല്ലവനല്ലോ. ദൈവത്തിന്റെ മേഘം ഇറങ്ങി വരുന്നവരെ എൻ്റെ പിന്നാലെ പറയാമോ? അവൻ നല്ലവനല്ലോ, അവൻ നല്ലവനല്ലോ, അവൻ നല്ലവനല്ലോ, അവൻ നല്ലവനല്ലോ. എല്ലാ ദൈവത്തിന്റെ ജനം ഇത്തിരി സമയം പ്രാർത്ഥിച്ചാട്ടെ. തിരുവെടുത്ത് കേട്ടതനുസരിച്ച് പ്രാർത്ഥിച്ചാട്ടെ. തങ്ങളെ തന്നെ താഴ്ത്തി അവൻ്റെ മുൻപിൽ ഹംബിൾ യുവർസെൽഫ്, മുട്ടുമടക്കൂ, സമർപ്പിച്ചു കൊടുക്കൂ. അവൻ്റെ ഇഷ്ടത്തിന് എൻ്റെ ഇഷ്ടം ഇനി വേണ്ട. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്തെങ്കിലും ദുർമാർഗങ്ങൾ കാണിച്ചു തരുന്നുണ്ടെങ്കിൽ, പാപങ്ങൾ കാണിച്ചു തരുന്നുണ്ടെങ്കിൽ അത് ബൈപ്പാസ് ചെയ്യണ്ട, വെറുതെ തള്ളിക്കളയണ്ട. ഇന്ന് ദൈവത്തിൻ്റെ രക്ഷയുടെ ദിവസമാണ് നിങ്ങൾക്ക്. ഇന്നത്തെ നിങ്ങൾക്ക് പാപക്ഷമയുടെ ദിവസമാണ്. ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ ദിവസമാണ്. ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയുടെ സമയമാണിത്. കർത്താവിന് സ്തോത്രം. എല്ലാ ദൈവത്തിൻ്റെ ജനം അല്പസമയം പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. നമ്മുടെ ദേശത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാണല്ലോ. നമുക്ക് പറയാം, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. അബ്രഹാമിൻ്റെ ദൈവമേ, ഈസാക്കിൻ്റെ ദൈവമേ, യാക്കോബിൻ്റെ ദൈവമേ, ഞങ്ങൾ നിൻ്റെ വഴികൾ വിട്ടുപോയി. ഒരു പക്ഷേ നിങ്ങൾ
വിട്ടുപോയിട്ടില്ലായിരിക്കും, പക്ഷേ ജനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദേശം കർത്താവേ അങ്ങയുടെ വഴി വിട്ടുപോയല്ലോ, വിഗ്രഹങ്ങളിലേക്ക് പോയല്ലോ, തിന്മയ്ക്കകത്തേക്ക് പോയല്ലോ, അസന്മാർഗീയതയ്ക്കകത്തേക്ക് പോയല്ലോ, ദൈവജനത്തെ പീഡിപ്പിക്കുന്നതിനകത്തേക്ക് പോയല്ലോ. കർത്താവേ ഞങ്ങളുടെ ദേശത്തെ സൗഖ്യമാക്കണമേ, ഞങ്ങളുടെ രാജ്യത്തെ സൗഖ്യമാക്കണമേ, ഞങ്ങളുടെ നാടിനെ സൗഖ്യമാക്കണമേ. ഞങ്ങളുടെ ദേശത്തിൻ്റെ പാപങ്ങൾ ഞങ്ങൾ എല്ലാവരും ഏറ്റുപറഞ്ഞാട്ട് നമ്മളൊക്കെ ഇന്ത്യക്കാരല്ലേ, ഇവിടുത്തുകാരല്ലേ, അങ്ങനെയാണ് നമ്മുടെ ജനമല്ലേ ഭാരതീയർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ രാജ്യത്തെ രക്ഷിക്കണമേ, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ, അങ്ങയുടെ രാജ്യത്തെ കർത്താവെ അപമാനിച്ച് ക്ഷമിക്കണമേ, അങ്ങയുടെ ദാസന്മാരെ പീഡിപ്പിച്ച് ക്ഷമിക്കണമേ, ഗ്രഹാം സ്റ്റെയിൻസിനെ കൊന്നത് ക്ഷമിക്കണമേ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട് ഗ്രഹാം സ്റ്റെയിൻസിനെ കൊന്നത് ക്ഷമിക്കണമേ, ദൈവദാസന്മാരെ ജയിലിലിട്ടത് അങ്ങ് ക്ഷമിക്കണമേ, പീഡിപ്പിച്ചത് ക്ഷമിക്കണമേ, അവരുടെ മക്കളെ അപമാനിച്ച് ക്ഷമിക്കണമേ. കർത്താവെ ഞങ്ങളുടെ രാജ്യത്തോട് ക്ഷമിക്കണമേ. എല്ലാവരും രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ ദൈവജനം രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ വിശ്വസിക്കുന്ന നമ്മുടെ ഈ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ കണ്ണ് തുറന്നിരിക്കുക, അവൻ്റെ ചെവി തുറന്നിരിക്കുകയാ, അവൻ്റെ ഹൃദയം ഇവിടെ ഇറങ്ങി വന്നിരിക്കുക. അതൊക്കെ ഒന്ന് ആസ്വദിക്കാം. അവൻ്റെ ഹൃദയം ഇവിടെ ഉണ്ട്, അവൻ്റെ ഹൃദയം ഇവിടെ ഇരിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഹൃദയമാണ്, അവൻ്റെ സാന്നിധ്യം ഇറങ്ങി വരിക. എല്ലാ ദൈവജനവും അല്പസമയം കൂടെ പ്രാർത്ഥിച്ചാട്ടെ, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ദേശത്തിന് സൗഖ്യം വരണം, ദേശത്തിന് സൗഖ്യം വരണം, രാജ്യത്തിന് സൗഖ്യം വരണം, തിന്മയ്ക്കൊരു മാറ്റം വരണം, ക്രൂരതയ്ക്കൊരു മാറ്റം വരണം, രാജ്യത്തിന് തകർച്ചയ്ക്കൊരു മാറ്റം വരണം. എല്ലാ ദൈവത്തിൻ്റെ ജനവും കർത്താവെ അതേ ഞങ്ങളുടെ ദേശത്തിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ രാജ്യത്തുള്ള പലരും പല തിന്മകൾ ചെയ്തു, ഞങ്ങൾ അതിനായിട്ട് അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു, ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തെ സുവിശേഷത്തിനെ അറിയിക്കുന്നവരെ കൊന്നത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഗ്രഹാം സ്റ്റെയിൻസിനെ മക്കളെ കൊന്നത് ഞങ്ങൾ അങ്ങോട്ട് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തെ സന്ദർശിക്കണമേ, അങ്ങയുടെ കണ്ണിങ്ങോട്ട് തുറന്നിരിക്കണമേ, ഞങ്ങളുടെ ചെവി ഞങ്ങളുടെ അതേ പ്രാർത്ഥനയ്ക്ക് ചെവി കേൾക്കണമേ. അങ്ങയുടെ ഹൃദയം ആ ദൈവത്തിൻ്റെ ഹൃദയം നിങ്ങളുടെ അടുക്കലേക്ക് അടുത്ത് വരുന്നുണ്ടെങ്കിൽ ആസ്വദിച്ചാട്ടെ, അത് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യമല്ലേ ദൈവത്തിൻ്റെ ഹൃദയം, ദൈവത്തിൻ്റെ ചിന്ത, ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവത്തിൻ്റെ പദ്ധതി തൻ്റെ ജനത്തിന് അത് കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ജീസസ് ഈ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഈ ഉപവാസ പ്രാർത്ഥന. ഈ സമൂഹത്തിൽ, ഈ ക്രിസ്തീയ സമൂഹത്തിൽ, ഈ പെന്തക്കോസ്ത് സമൂഹത്തിൽ ഒരിക്കൽ കൂടി ഒരു ദൈവിക സന്ദർശനം, ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി അതിൻ്റെ ആവശ്യം എല്ലാവർക്കും തോന്നുന്നില്ല. വലിയൊരു പങ്ക് ജനം തൃപ്തരാണ്, അവർക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട. ഇന്നത്തെ നിലയിൽ എന്തെങ്കിലും അപാകതയുണ്ടെന്നുള്ള ചിന്ത അവർക്കില്ല. ഇവിടെ എല്ലാവരും വന്നിട്ടില്ല, വന്നിരിക്കുന്ന നമ്മൾ ഈ സമൂഹത്തിൽ അതിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഉദ്ധാരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ പറഞ്ഞതുപോലെ നെഹെമ്യാവാകട്ടെ, ദാനിയേലാകട്ടെ ഭക്തിയോടെ ജീവിച്ചവരാണ്. അവർ പാപത്തിൻ്റെ കൂട്ടത്തിൽ പോയവരല്ല. മുതിർന്നവരും മൂപ്പന്മാരും പാപത്തിന് പോയപ്പോഴും വളരെ ചെറുപ്പം മുതൽ ഭക്തിയോടെ ജീവിച്ചവരാണ്, കൊച്ചു മനുഷ്യരായിരുന്നില്ല. ഉന്നത സ്ഥാനത്തിരുന്നവരാണ് രണ്ടുപേരും. രാഷ്ട്രത്തിന്റെ ഉന്നത നിലയിൽ ഇരുന്നവർക്ക് പ്രാർത്ഥിക്കാൻ നേരം ഉണ്ടായിരുന്നു, മധ്യസ്ഥം അണയ്ക്കാൻ നേരം ഉണ്ടായിരുന്നു. സ്തോത്രം. ഒത്തിരി പേർക്ക് തിരക്കാ, ഭയങ്കര 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 തിരക്കാ. സമൂഹത്തിൽ ഈ പ്രാർത്ഥന നടക്കുന്നെന്ന് പറഞ്ഞാലും ഒത്തിരി പേർക്ക് ഭയങ്കര തിരക്കാണ്. വേദപുസ്തകം അനുസരിച്ച് ഏറ്റവും വലിയ തിരക്കുള്ളവൻ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തും.
അനുദപിക്കാൻ സമയം കണ്ടെത്തും. നമ്മൾ വന്നിരിക്കുന്നത് സമൂഹത്തിന് വേണ്ടി അനുതാപത്തോടെ ഏറ്റുപറച്ചിലോടെ പ്രാർത്ഥിച്ചു സമൂഹത്തിനൊരു സൗഖ്യം വരാൻ. വ്യക്തികൾക്കൊക്കെ സൗഖ്യം വരണമെങ്കിൽ അവർ തന്നെ ഏറ്റുപറയണം, അവർക്ക് മാനസാന്തരം ഉണ്ടാവണം. എന്നാലും ഈ സമൂഹത്തിൽ ദൈവത്തെ വേണ്ട കുറെ ആളുകളുണ്ടല്ലോ, ദൈവത്തെ കാത്തിരിക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ. അതുകൊണ്ട് നമ്മളെ വാസ്തവത്തിൽ ഈ യോഗത്തിന്റെ പ്രധാന ഉദ്ദേശം എന്താണെന്നാണ് ഇന്ന് വചനത്തിലൂടെ കേട്ടിരിക്കുന്നത്. സഹോദരന്മാരെ, നിങ്ങൾ കുറച്ചു പേര് ആദ്യം തൊട്ട് വരുന്നവരാണ്, ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നവരുണ്ട്. എല്ലാവർക്കും എപ്പോഴും ഇവിടെ വന്നിരിക്കാൻ പറ്റില്ല എന്ന് എനിക്കും അറിയാം. എന്നാലും കുറച്ചു നേരം ഇവിടെ വന്നിരിക്കാനും വരുന്നവർ വരുന്ന സമയത്ത് സമൂഹത്തിന് വേണ്ടി ഒന്ന് മധ്യസ്ഥം വഹിക്കാൻ ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിൻ്റെ വ്യത്യാസം വരുത്തണം, സമൂഹത്തിനൊരു വ്യത്യാസം വരുത്തണം, ക്രിസ്തീയ സമൂഹത്തിനൊരു മാറ്റം വരുത്തണം, ഇന്ത്യ രാജ്യത്തിന് ദൈവത്തിന് തന്നെ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു മാറ്റം വരുത്തണം. അത് വിശ്വസിച്ച് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്താൻ. ആരും നീതിമാന്മാരായി ചമയല്ല, നമ്മൾ ആരും. നമുക്ക് പാപത്തെക്കുറിച്ച് ബോധമില്ലെങ്കിലും പറഞ്ഞ പോലെ ഏറ്റു പറയണം, ഞങ്ങൾ പാപിച്ച്, ഞങ്ങളുടെ പിതാക്കന്മാർ പാപിച്ച്, ഞങ്ങൾ വികടമായി നടന്നു, അങ്ങയുടെ വചനം പാലിക്കാൻ ഞങ്ങൾ കൂട്ടാക്കിയില്ല, താഴ്ത്താൻ ഞങ്ങൾ കൂട്ടാക്കിയില്ല, ക്ഷമിക്കണേ എന്ന് അനുദപിച്ച് പ്രാർത്ഥിക്കാൻ നമ്മൾ വന്നിരിക്കുക. ഉടനെ ഇപ്പം ഞാൻ തുടരാൻ പോകുന്നില്ല, പക്ഷേ ഒരമണിക്കൂറത്തെ ബ്രേക്ക് കഴിയുമ്പോൾ സ്വല്പസമയം പ്രാർത്ഥനയ്ക്കും അനുതാപത്തിനും ഏറ്റുപറച്ചിലിനും വേണ്ടി നമ്മളിപ്പോൾ കേട്ട വചനം പോലെ അതിനു വേണ്ടിയുള്ള സമയം നമ്മൾ എടുക്കാൻ പോവാൻ. ചെയ്താൽ അവൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് നിങ്ങളുടെ പാപം ക്ഷമിച്ച് ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും, ദേശത്തിന് സൗഖ്യം വരുത്തും. വിശ്വാസത്തോടെ പറയാൻ പറ്റുമോ? ഈ അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തിന് ദൈവം ഒരു സൗഖ്യം വരുത്തും. വിശ്വാസമുള്ള എല്ലാവരും ഉണ്ടോ? ഈ അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തിന് ദൈവം ഒരു മാറ്റം വരുത്തും, ദൈവം ഒരു മാറ്റം വരുത്തും. ഈ 40 ദിവസം അനുതാപത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുന്ന ആത്മീക ശുശ്രൂഷയുടെയും സമയമാണ്, വേദിയാണ്. ഒന്നുകൂടെ പറയുന്നു, വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ തത്വം, നിയമം ദൈവം നമ്മെ അറിയിച്ചിരിക്കുക. അതല്ലാതെ വേറെ വഴി ഇല്ല, ഒരു കുറുക്കു വഴിയും ഇല്ല. ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിന്ന് മുട്ടുകുത്തത്തക്കണം ഈ തറ ശരിയാക്കിയിട്ടില്ല, പക്ഷെ ഈ തറ ഞാൻ ശരിയാക്കാൻ പോവാം മുട്ടുകുത്താൻ വേണ്ടി. മുട്ടുകുത്താൻ സമയം വേണം, അനുദപിക്കാൻ സമയം വേണം. ഇപ്പോൾ ഹൃദയങ്ങളെ ഒന്ന് തുറന്ന്, അക്ഷരാർത്ഥത്തിൽ മുട്ടുകുത്തുന്നില്ലെങ്കിലും ആ വിനയത്തോടെ ദൈവമുമ്പാകെ എന്ന് ഏറ്റു പറയാവോ, ദൈവമേ ക്ഷമിക്കണമേ, ഞങ്ങളുടെ സ്വാർത്ഥതയെ ക്ഷമിക്കണമേ,
ജഡത്തിൻ്റെ പ്രവൃത്തികളെ ക്ഷമിക്കണമേ. ലോകമോഹങ്ങളെ ക്ഷമിക്കണമേ. സമ്പത്തിൻ്റെ പുറകെ പോകുന്നത് ക്ഷമിക്കണമേ. സ്ഥാനമാനങ്ങളുടെ പുറകെ പോകുന്നത് ക്ഷമിക്കണമേ. കോപവും ക്രോധവും ക്ഷമിക്കണമേ. മനുഷ്യരോട് ക്ഷമിക്കാൻ കഴിയാത്ത ഞങ്ങളുടെ നിഗളത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഭാവത്തെ ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങയുടെ വചനത്തെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ കഴിയാത്ത ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവമേ, അങ്ങയുടെ മഹത്വം കൊണ്ട് ഞങ്ങളെ ഒന്ന് സന്ദർശിച്ചു ഉദ്ധരിക്കണമേ എന്ന് പറയുവാൻ, ഞാൻ പറയുന്നതല്ല, അത് ഹൃദയം കൊണ്ടൊന്ന് പറയാൻ ഒരു 2-3 മിനിറ്റ് എടുക്കുമോ? ജീസസ്, ജീസസ്, ജീസസ്. ദൈവം വാഗ്ദത്തം ചെയ്ത് പറയുകയാണ്, അങ്ങനെ ചെയ്താൽ ഞാൻ ക്ഷമിക്കും, ഞാൻ ദേശത്തിന് സൗഖ്യം വരുത്തും. ജീസസ്, കമാൻ. ഹൃദയങ്ങളെ ഒന്ന് തുറക്കൂ, വായുകളെ ഒന്ന് തുറക്കൂ, ശരീരത്തെയും ഒന്ന് സ്വതന്ത്രമാക്കൂ. കൈകളെ മലർത്തി പറയണമെങ്കിൽ കൈകളെ മലർത്തി പറയൂ. കൈകളെ ഉയർത്തി പറയണമെങ്കിൽ കൈകളെ ഉയർത്തി പറയൂ. അല്ല, കൈകളെ കൂപ്പി ജീസസ് ബഹുമാനം അർപ്പിക്കണമെങ്കിൽ ബഹുമാനം അർപ്പിക്കൂ. Spirit of the living God, Spirit of the living God, ജീവനുള്ള ദൈവമേ, സകലത്തെയും പരിശോധിക്കുന്ന ദൈവമേ, അങ്ങയെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കാൻ കഴിയാഞ്ഞ ഞങ്ങളുടെ പാപം, ആരാധനയിൽ അങ്ങയ്ക്ക് തരേണ്ട ബഹുമാനം തരാതെ ചടങ്ങായി യാന്ത്രികമായി ഇവയെല്ലാം ചെയ്ത് ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങ് മഹോന്നതൻ, അങ്ങ് പരമനായ രാജാവ്. You are God Almighty. You are wonderful Jesus. Wonderful Jesus. Wonderful Jesus. Pastor Solomon Fernandez മുമ്പോട്ട് വരൂ, പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയപിതാവേ, തിരുകൃപയിൽ ആസച്ചടികൾ കടന്നു വരുന്ന ദൈവമേ, അങ്ങയുടെ മുൻപാകെ ഞങ്ങൾക്ക് പോഴുവാനൊന്നുമില്ലേ പിതാവേ. അങ്ങയുടെ കൃപ കൊണ്ട് മാത്രം ഞങ്ങളായിരിക്കുന്നു കർത്താവേ. സകലത്തെ ഇല്ലായ്മയിൽ നിന്ന് വിളിച്ചു വരുത്തിയവനായ ദൈവം